വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഒരുപാട് കാലത്തിന് ശേഷം നമ്മൾ എല്ലാവരും കൂടി ഒരു അടിപൊളി നെയിം പ്ലേസ് തിങ്സ് ചാലഞ്ച് കളിക്കാൻ വേണ്ടി പോവാണ്. നമ്മള് ഗേൾസ് മാത്രമായിട്ട് ചെയ്തിട്ടുണ്ട്, ബോയ്സ് മാത്രമായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇന്ന് അത് എല്ലാവരും കൂടെ ഏറ്റുമുട്ടാൻ വേണ്ടി ഞങ്ങളിവിടെ എന്താ പറയാ അട്ടിക്കിട്ട് കൂടിയിരിക്കുകയാണ്. അത് ഈ ടേബിളൊക്കെ വലിച്ചു നീട്ടിയിട്ടു, എന്നിട്ട് ഞങ്ങളെ കൊള്ളുന്നില്ല. ഞങ്ങൾ അങ്ങനെ ചാലഞ്ച് ചെയ്യാൻ വേണ്ടി റെഡി ആയിരിക്കാണ്. എല്ലാരും ഭയങ്കര എക്സൈറ്റഡ് ആണ്. പിന്നെ എല്ലാവരും ഭയങ്കര കോമ്പറ്റീഷൻ സ്പിരിറ്റിലാണ് ഇവിടെ ഇരിക്കുന്നത്. വെല്ലുവിളിച്ചിട്ടൊക്കെ ഇരിക്കുന്നുണ്ട്. അതെ, ഇവിടുന്ന് ചോദിക്കുന്നുണ്ട്, പുറത്തുനിന്നൊക്കെ ചോദിക്കുന്നുണ്ട് അക്ഷരങ്ങൾ എന്തൊക്കെയായിരിക്കും ഏകദേശം ഒന്ന് പഠിച്ചോ. കഴിഞ്ഞ പോസ്റ്റ് ഞാനേ ജയിച്ചു. അപ്പൊ എനിക്ക് തോറ്റാലും വലിയ പ്രശ്നം ഇവര് സ്ഥിരമായിട്ട് കളിക്കുന്നോണ്ട് ഇവർ ജയിക്കാൻ സാധ്യത കൂടുതലാണ്. അമലേട്ടാ ഒരുപാട് നെയിം പ്ലേസ് ഫിക്സ് ചെയ്യാൻ കളിച്ചിട്ടുണ്ട്. ഇന്ന് വരെ ഒന്നിലും ഞാൻ ജയിച്ചിട്ടില്ല. ഇല്ല. അപ്പൊ നമുക്ക് കൂടെ തുടങ്ങിയാലോ? ആർക്കും പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മളെ തന്നെ കണ്ടിട്ട് നിങ്ങൾക്ക് അറിയാം, അല്ലാതെ നിങ്ങൾക്ക് അറിയാം. ഞങ്ങൾ പുതിയ ബുക്കുകളൊക്കെ വാങ്ങിയിട്ടുണ്ട്. എല്ലാവർക്കും വരവര ബുക്ക് വാങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇനി എല്ലാവരും നെയിം പ്ലേസ് തിങ് എന്നുള്ളത് വൃത്തിക്ക് എഴുതിക്കോളൂ. കുറെ നേരമായി കയറ് പൊട്ടിക്കാൻ തുടങ്ങിയിട്ട്. ഇവിടെ സ്കെയിൽ എടുത്തുകൊണ്ടാ വരക്കി നീക്ക് എഴുതി തരുമോന്നൊക്കെ ചോദിക്കുന്നത്. നെയിം പ്ലേസ് നെയിം പ്ലേസ് ഇങ്ങനെ എടുത്താൽ മതി. നെയിം പ്ലേസ് തിങ് പിന്നെ ഇതില്ലേ മൂവി. ഗൈസ് ഞങ്ങൾ ഇവിടെ നെയിം പ്ലേസ് തിങ്സ് ഒക്കെ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ വരയൊക്കെ വരയ്ക്കുന്നു, പക്ഷെ ഒരു കാര്യമില്ല. നല്ല ഇവിടെ അടുത്ത പേജ് എടുക്കാൻ പിന്നെ വൃത്തിക്ക് എഴുതാ. കാര്യം ഇങ്ങനെ വൃത്തിയിൽ കാണാൻ വേണ്ടിട്ട് പുതിയ പേജ് ആകുമ്പോ എത്ര പ്രായം പറഞ്ഞിട്ട് കാര്യം. എല്ലാവർക്കും അതേ പണ്ടത്തെ ഭംഗിയിൽ കാണണം. അതെ, എന്നെ വരച്ചതിന്റെ വേണം എനിക്ക് തരായി. ആനിമൽ അല്ല മൂവി. പക്ഷി ഒരു രസമില്ല. സ്കെയിൽ സ്കെയില് നല്ല ഇംഗ്ലീഷ് മീഡിയം ആയിരുന്നു, അതുകൊണ്ട് നെയിം പ്ലേസ് തിങ് എഴുതുന്നുള്ളൂ. ഞങ്ങള് രണ്ടും എഴുതിയിട്ടുണ്ട്. ഞങ്ങള് രണ്ടിലും പഠിച്ചിട്ടുണ്ട്, അതിലൂടെ രണ്ടും എഴുതുന്നുണ്ട്. മലയാളം പഠിച്ചില്ല എന്നുള്ളത്. ഞാനും നെയിം പ്ലേസ് തിങ് എഴുതും. ഞാൻ മാർക്കിന് നല്ല വലിയ സ്ഥലം എടുക്കുന്നുണ്ട്. ഓ കൊറേ നോക്കരുത് കേട്ടോ, കോപ്പി അടിക്കാൻ പാടില്ലേ. എന്നോട് എനിക്ക് പറയണ്ട, എനിക്ക് 5 ഇട്ടാലും വേണ്ടില്ല. അപ്പൊ ഞങ്ങൾ എല്ലാവരും നെയിം പ്ലേസ് തിങ്സ് ആനിമൽ ഓർ ബേർഡ് ഫിലിം മാർക്ക് ഇതെല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. തുടങ്ങാൻ പോവാണ്, അംഗം തുടങ്ങാൻ പോവാ. നമ്മളെ ലിറ്റേഴ്സ് മൊത്തം ഇതിലാണല്ലോ ഗൈസ്. പിന്നെ നമ്മൾ ആദ്യം എഴുതി കഴിഞ്ഞാൽ ഇത് ഇന്ത്യ അവലിന്റെ ബസറ്, ഇത് ബസറ്, ഇത് ഞങ്ങൾ രണ്ടാളും ബസറ്. എടുത്തു തുടങ്ങി. ഒരു പുരുഷ സാന്നിധ്യം ഉണ്ടാവട്ടെ. ആ ഭാഗത്ത് ഇങ്ങനെ വന്നോട്ടെ. ലെറ്റർ എടുക്കുന്നു നമ്മൾ എഴുതാൻ ഇംഗ്ലീഷ് മൂവി പേരുകൾ മലയാളം മലയാളം ലെറ്റേഴ്സ് ആണ്. തമിഴ് സിനിമ പോലും എഴുതാൻ പറ്റില്ല. പിന്നെ പക്ഷേ താഴ്ച അഞ്ചാറിനാണെങ്കിൽ എഴുതാം. തുടക്കം തന്നെ പാളിയൊന്നും പറയരുത്. ഇല്ല, ഒന്നും പറയില്ല. അടിച്ചെടുക്ക്. അയ്യോ രണ്ട് സാധനം ഇവിടെ ഇങ്ങനത്തെ ഇതല്ലേ ഞാൻ പറഞ്ഞ നമ്മൾ ജയിക്കില്ല. ഇത് അതെന്താ അറിയോ, എല്ലാരും കൂടി ആവുമ്പോ വാശി കൂടണം. അതുകൊണ്ട് ഞാൻ വേഗം എഴുതിയതാ. അതുകൊണ്ട് മാത്രമേ എഴുതിയതാ. ഇങ്ങനെ എഴുതണം പെട്ടെന്ന്. അവന് തുടങ്ങിക്കോ പേര്. വാവ. വരുൺ.
വാസു. എനിക്ക് പേര് എഴുതാനുള്ള സമയം കിട്ടിയില്ല. അതല്ലേ ഫസ്റ്റിലുള്ളത്. ഞാൻ അപ്പുറത്ത് അല്ല എല്ലാത്തിനും വാന്നിട്ട് വെക്കിയല്ലോ അതിലാണ് അവസാനം. വിഷ്ണു. വിനീത്. എല്ലാവർക്കും 10 മാർക്കുണ്ട്. 10 മാർക്ക് താഴത്തായത്. വാരിയോ? ഇത് വാസ് തല്ലി ഇത് 4 കഴിയേണ്ടി. അത് വാസു, വാസു. ഓക്കേ, ഇനി സ്ഥലം അവിടെ പറ. വാസു വരെ. എളുപ്പത്തിന് അങ്ങ് എഴുതി വിട്ടു. വാരണാസി. വാരണാസി. സ്ഥലം എഴുതിയില്ല. വണ്ടൂർ. ഞാനും സ്ഥലം എഴുതിയില്ല. ഞാൻ എഴുതിയില്ല. ഞാൻ എനിക്ക് എഴുതാനുള്ള ടൈം കിട്ടിയില്ല. എനിക്ക് എന്താ എഴുതിയ ശ്രീ? ഒന്നും എഴുതിക്കാന്ന് ഒന്നും എഴുതിയില്ല. അപ്പുറത്ത് നിന്നാണ് എഴുതി തുടങ്ങിയത്. ഓ സാധനം. സാധനം പറ. വാഴയില്ല. വാഴക്കൊല. വട. വിമ്മ്. വാതിരി. വീട്ടി. അതെല്ലാരും എഴുതിയിട്ടുണ്ട്. ഓക്കേ. ഓക്കെ, വെരി ഗുഡ്. വാഴുന്നു. വാഴുന്നോ? ഓക്കെ. വാഴ 2. വടക്കുന്നാഥൻ. വാനപ്രസ്ഥം. വാനപ്രസ്ഥം. എപ്പോഴും ശ്രീയും എപ്പോഴും ഇങ്ങനത്തെ രഹസ്യം. ഞാൻ ഇരുന്ന് ആ, ഇതില്ല. ഇവിടെ അവിടെ എത്തിയില്ലേ? ഇത്രയൊക്കെ എഴുതിയിട്ടില്ല. അത് express ചെയ്യണ വേണ്ടി ചെയ്യ്. ഒന്നും എഴുതാൻ വേണ്ടി ഇരിക്കുക. അങ്ങനെ മനസ്സിലായി. ഓ ഞാൻ മൂവിയെത്തിന്റെ അടുത്ത ആനുവലും വീട് എന്റെ മോനെ ഈ എങ്ങനെ എഴുതി? ഈ എഴുതിയതല്ലേ? അതെ, എല്ലാം വളരെ വൃത്തിക്ക് തന്നെ എഴുതിയിട്ടുണ്ട്. ഓക്കെ ഇനി അടുത്ത് പറയൂ, മൃഗം. വാലാട്ടിക്കിളി. ഏ? വാലാട്ടിക്കിളി. ആ. വാനമ്പാടി. ഒന്നുമില്ല. വണ്ണാത്തിപ്പുള്ള്. എന്താണ് എന്താണ്? എന്ത് വണ്ണാത്തി? പുള്ള്. മണ്ണാത്തിപ്പുള്ള്. പൂച്ചയിട്, പൂച്ചയിട്. 25 ഓക്കെ അപ്പൊ guys, ഞാൻ തിരിച്ചു പിടിച്ചിരിക്കും. ഓ വാവക്ക് 10, വയനാടിന് 10, വാഴയിലൊക്കെ 10, വാഴുന്നൂർ 10. 40. മൃഗത്തിന് 40 കിട്ടി. പൂജ്യം. 40. 40 കിട്ടി. ഇന്നത് പേര് വരുണ് 10, വാരണാസി 10, വട 10, വടക്കുന്നാഥൻ 10, വാലാട്ടിക്കിളി 10. ഓക്കെ വാസു 10, വണ്ടൂര് 10, വാഴക്കുല 10, വാഴ 2 10. പിന്നെ ആനിമൽ ബേർഡ് ഒന്നുമില്ല. അതെന്താ വാഴ വണ്ണുണ്ടല്ലോ അതെന്താ എഴുതാഞ്ഞേ? അത് മണ്ണാരം എഴുതുന്നു വിചാരിച്ചു. ലാസ്റ്റ് കണ്ടാ. ഓക്കെ ഞാന് അപ്പൊ 40 മാർക്ക് താ. 40 മാർക്ക്. ഓക്കെ ഞാൻ നെയിം എഴുതിയില്ല, സ്ഥലം എഴുതിയില്ല. സാധനം വീട്ടി 10, സിനിമ വാനപ്രസ്ഥ 5, വണ്ണാത്തിപ്പുള്ള് 10, ടോട്ടൽ 25. മാന കഴിഞ്ഞിട്ട് പ്രാന്ന് പറഞ്ഞിട്ട് നീ സമയം കിട്ടിയില്ല. ഇതന്നെ എഴുതിയാൽ പറയും. വണ്ണാന് പാട്ടോ. വണ്ണാത്തി വണ്ണാന് വട്ടുന്നോ? ഇതെന്താ? വട്ടൂര്? വണ്ണാന് ഇത് വട്ടൂരല്ലേ ഇത് തരും? ഇതെന്താ വണ്ണായിട്ട് അറബിയോ? അങ്ങനെയൊക്കെ വന്നതൊക്കെ ഇന്നത് വിഷ്ണുവിന് 10, സ്ഥലം എഴുതിയിട്ടില്ല. തിങ്സ് വിമ്മ് 10, വാനമ്പാടി 10, വാനപ്രസ്ഥ 5, 10, 20, 35 മാർക്കുള്ളൂ guys. ഇന്റത് വിനീത് 10, വാതിൽ 10. കഴിഞ്ഞ 20. അതിന് എഴുതാനുള്ള സമയം കിട്ടല്ലോ. ഓക്കേ. ഓക്കെ, ഇനി guys നമ്മൾ അടുത്ത റൗണ്ടിലേക്ക് പോവാണ്. അടുത്ത റൗണ്ടിൽ 5 എടുത്തോ. ഞാൻ അടിക്കണ്ടല്ലേ? ഞാൻ നല്ല എളുപ്പമുള്ള എടുക്കണേ. ഇത് എളുപ്പമുള്ള ഓള് വേഗം ബസ് അടിച്ചോ. ആ, ഒരു മിനിറ്റ് ലേശം മസാല ഇരിക്കല്ലോ. അതിന്റെ ഒക്കെ ആവശ്യമുണ്ടോ? ഇതാ സ്കെയില് വേണമെങ്കിൽ വേണം വരയ്ക്കണോ? എനിക്ക് ഇതിന് മാർക്ക് കിട്ടുമോ? ഓക്കേ, ഞാൻ എടുത്തിട്ടുണ്ടേ. ഓ, 3, 2, 1, go. അയ്യോ പേടിച്ച് കൈ വരയ്ക്കുന്നു. നീയൊന്നും എഴുതിയില്ല. സത്യം വരെ എത്ര എഴുതി? ഓ സമാധാനം. നീ എത്ര എഴുതി? മൊത്തം എഴുതിയോ? ഓക്കേ, ഇത് സ്ഥലം തുടങ്ങ്. ഞാൻ തുടങ്ങാം. ഞാൻ പറഞ്ഞില്ല ഇത് എല്ലാവരും കൂടി ഉണ്ടാകുന്ന സമയത്ത് ഭയങ്കരമായിട്ടുള്ള കോമ്പറ്റീഷൻ. ഓക്കെ വിട്ടു കൊടുക്കൂല. അടുത്ത റൗണ്ട് മുതൽ വിട്ടു കൊടുക്കും. തുടങ്ങിക്കോ. പേര് ഉമ്മർ. അങ്ങോട്ട്. ഉമ്മർ. 5, 5, 5. സജീവിന്റെ പേര് ഉണ്ണിച്ചീരി. അല്ല ഉണ്ണിച്ചീരി. വെറുതെ നമുക്ക് എഴുതുന്ന സമയം കിട്ടാത്ത. ഞാൻ ഉണ്ണി. ഉണ്ണി അത് എഴുതുന്ന അറിയാം. അതുകൊണ്ടാണ് അവനെന്താ എഴുതിയെ? ഞാൻ ഉത്തര. ഞാൻ ഒന്ന് നോക്കി എഴുതിയല്ലോ. ഞാൻ പോവാണ്. 5 ഔ സമാധാനം. ഞാൻ ഉണ്ണി ചെയ്തു വിചാരിച്ചു. ഞാൻ കോപ്പി അടിച്ചൊന്നുമില്ല. ഞാൻ ഓൾറെഡി ആദ്യം എഴുതി കഴിഞ്ഞു. പ്ലേസ് ഊട്ടി. ഞാൻ ഞാനും ഒന്നുമില്ല. ഞാൻ ഉള്ളേരി.
ഉത്തരാഖണ്ഡ്. ഓ സെറ്റ്. എനിക്ക് 10. ഊത്തപ്പം. ഉലക്ക. ഉമിക്കരി. ഉരുളക്കിഴങ്ങ്. ആ പറ്റും. ഉറി ഉറി അതേ പറ്റൂ. ഉറി ഉറി ഉടി. ഉറി ഉറി ഉടുക്ക്. ഉടുക്കെന്താ? ഉടുക്കല്ല. ആ ഉറി പൊട്ടും സാധനം. സിനിമ ഉണ്ട. ശ്രീ ഞാന് ഉമ്മ ഗൂഗിൾ ബസ് പഠിക്കുമ്പോ ഞാൻ പിന്നെ എന്ത് ചെയ്യാൻ എനിക്കത് കിട്ടി. അതിനിപ്പോ ഗൂഗിൾ നോക്കണം. ഗൂഗിൾ നോക്കണം. ആ ഞാൻ ഊഞ്ഞാൽ. ഞാൻ പിന്നെ ഞാനുണ്ട്. ഊഞ്ഞാല് മുന്നേ എഴുതി എനിക്ക് ഓർമ്മയുണ്ട് അതുകൊണ്ട് ആ കൂഴം. ഊഴം. ഞാൻ ഉത്തമൻ. ഞാനും ഉത്തമേ. എനിക്കത് കോപ്പി അടിച്ചിട്ടാവും ഉത്തമൊക്കെ എഴുതുന്നത്. പിന്നെ എനിക്കതാണുള്ള പണി. പിന്നെ അല്ലാതെ പിന്നെ കറക്റ്റാണോന്ന് എനിക്ക് തോന്നുന്നു നിങ്ങള് തമ്മിലുള്ള ആ ഒരു ഇതാണ് ആ ഒരു ഇങ്ങനെ തിരുപ്പതിയാണ് നടക്കാവുന്നത്. ഇങ്ങനെ നോക്കണ്ടോന്ന് പിന്നെ അതും കൂടെ രണ്ടും കൂടെ ഒരേ സമയത്ത് തന്നല്ലേ അല്ല ഉട്ടൂസല്ല ഡുമ്പ്. ഇത് ഉട്ടൂസല്ല. അത് ഉട്ടൂസ് ഉട്ടൂസാണത്. അത് സ്പീഡിൽ കൈ ഇറക്കിയാ വൃത്തിക്ക് എഴുതിയില്ല ഇതൊക്കെ മാത്രമല്ല ഇത് ഉമ്പനാണ്. ഇത് ഇസ് എന്നും പറയാൻ പറ്റില്ല ഉമ്പ് എന്നും പറയാൻ പറ്റില്ല. രണ്ടിനിടയിൽ കിടക്കുന്ന സാധനം. അപ്പൊ ഈ പറയുന്ന ഉമ്പ് ആണെന്ന് ഞങ്ങളെങ്ങനെ വിശ്വസിക്കും? ഇത് മനസ്സിലാക്കണം. ഉടുമ്പ്. ആ, ഉടുമ്പ്. ഞാൻ പറഞ്ഞു ഉടുമ്പ്. ആ ഉടുമ്പ്. ശ്രീ എനിക്കൊരു അബദ്ധം പറ്റി. നിങ്ങളാരും ഗൂഗിൾ നോക്കണ്ടേ. ഞാൻ മൃഗത്തിലെ കൊണ്ടുപോയി ഉമ്മർ എഴുതിയത്. ആർക്കെങ്കിലും വേണമെങ്കിൽ പേരിടാം. വീട്ടിലുള്ള വല്ല സാധനങ്ങൾ. പൂച്ചയൊക്കെ മനുഷ്യമൃഗം. ആരെങ്കിലും ഉടുമ്പ് ഇരിക്കണം. ഇല്ല. ആൾക്കാർക്ക് കേട്ടിട്ട് വെച്ചാ പോരെ. ഷാമിന്റെ എഴുതി. ഉറുമ്പ് ഉറുമ്പ് ഞാൻ ഒന്നും ഇരിക്കില്ല. ഞാൻ ഉറാങ്ങുട്ടെ. ഉറങ്ങൂട്ടന്നെ. അത് ഓ അല്ലടാ. ഞാൻ ഉറാങ്ങുട്ടാന്നാണ് വിചാരിച്ചത്. ഉറാങ്ങുട്ടാനല്ല, അത് ഒറാങ്ങുട്ടാൻ. അത് മുന്നത്തെ ഉട്ടകം പക്ഷിന്റെ ബാക്കി എടുത്തു. അതെ, അതെ. അത് ഞാനേ മൃഗം ഓർ ആനിമൽ 3 എഴുതിയുള്ളൂ. വേറൊന്നും എഴുതിയില്ല. എനിക്ക് ശ്രീന്റെ 45. ഞാൻ ഉണ്ണിച്ചേരി 10, സ്ഥലം 0, സാധനം ഉടുക്ക് 10, സിനിമ 0, മൃഗം പക്ഷി 0, ടോട്ടൽ 20. ഓ ഭയങ്കര സ്കോറിംഗ് ആണല്ലോ. അതെ, ഇവിടെ സല്ലിന് ഇപ്പൊ തന്നെ 100 മാർക്ക്. അനക്കോ? എനിക്ക് 100 എനിക്കിപ്പോ 20 കിട്ടിയേ. ഉലക്ക 10, ഉത്തര 5, ഉത്തമൻ 5, ബാക്കിയൊക്കെ 0. എനിക്ക് ഉണ്ണി 10 പ്ലേസ് എഴുതിയിട്ടില്ല. ഉമിക്കരി 10, ഉറുമ്പ് 10, ഊഞ്ഞാൽ 10, ടോട്ടൽ 40 മാർക്ക് കേട്ടോ. 40 കിട്ടിയല്ലോ. അല്ലല്ല, എനിക്ക് ഉമ്മർ 5, ഉള്ളീര് 10, ഉരുളക്കിഴങ്ങ് 10. ഉരുളക്കിഴങ്ങ് 10. പിന്നെ ആരും വേണ്ടി എഴുതിയില്ല. ഫിലിം ആണെങ്കിൽ ഊഴം. 10, 20, 30, 35 മാർക്ക്. ഇനി അവരുടെ ഉത്തര 5, ഉത്തരാഖണ്ഡ് 10, ഉറി 10, ഉത്തമൻ 5, മൊത്തം 30. ഓക്കെ ഗൈസ്, ഇനി നമ്മൾ അടുത്ത റൗണ്ടിലേക്ക് നീങ്ങാൻ പോവുകയാണ്. അത് അടുത്തത് സെലക്ട് ഇനി സല്ലാണ് സെലക്ട് ചെയ്യണം. എന്തായാലും പണിയിരിക്കും. അല്ല, ഇതൊക്കെ വരച്ച് കഴിഞ്ഞ് സെലക്ട് ചെയ്യുമ്പോഴത്തേക്ക് എത്ര നേരം നോക്കുന്നത് ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞാൽ പോരെ. നോക്കട്ടോ. ആ സല്ലൂര് എന്റെ സ്കോർ കണ്ടോക്കില്ല. സല്ലൂര് ഇപ്പൊ എത്രയാണ്? 95. 85. താഴെ ഇവിടെ ഇങ്ങനെ ഇവരെ അടിച്ചിറക്കണം, അല്ലാണ്ട് ശരിയാവില്ല. ഇവനങ്ങനെ വളർത്താൻ പറ്റില്ല. ഓക്കെ, അടുത്ത ലെറ്റർ എടുത്തോളൂ. അളിയെ എളുപ്പം എടുക്കണേ. എളുപ്പമുള്ള എടുത്താണ് ഇവര് വേഗം എഴുതി. പാടലെടുത്താൽ കാ. 3, 2, 1, go. അയ്യോ ആ ഞാൻ മുഴുവൻ എഴുതിയിരുന്നു. ഞാനൊരു സിനിമന്റെ പകുതി എഴുതി, അത് സമ്മതിക്കോ? സമ്മതിക്കോ? അത് മനസ്സിലാവുന്ന രീതിയിലാണെങ്കിൽ സമ്മതിക്കാം. ഇല്ല, പകുതി കൊണ്ടൊരു സിനിമയാവുന്നില്ല. ആവില്ല. അത് മുഴുവനാവണം. തുടങ്ങിക്കോ. പേര് കരി. ആര്? കരീം. ആ, അതെ. കാതല. കാക്കു. കീർത്തനം. എന്ത് പേരാ? കീർത്തന. പേരെന്ത് ഇടാനോ? ഇനി അടുത്ത കുഞ്ഞുണ്ടെ. കബീർ. കബീർ. വാവ്.
എനിക്കൊരു സ്ഥലം പോലും കിട്ടിയില്ല. അയ്യോ ഒരു സ്ഥലം പറ. കണ്ണൂരിൽ എഴുതി കൂടെ അല്ലെങ്കിൽ കോഴിക്കോട് ഞാൻ കണ്ണാടി പറഞ്ഞു കണ്ണാടി പറഞ്ഞു ഞാൻ കക്കോടി വീട്ടിൽ വന്നപ്പോ ഇവന് എഴുതാറില്ല കങ്കോടി ഇതെന്താ കാരപ്പറമ്പ? ഒരു ചെറിയ ടിസ്റ്റ് ഉണ്ട്. കാരപ്പറമ്പ. ശ്രീനിന്റെ അടുത്ത് ഇരിക്കാൻ പറ്റില്ല കേട്ടോ, ഇത് ശരിയാവില്ല. അത് ടെലിപ്പതി വർക്ക് ആവുന്നുണ്ടാവും. സമയം തന്നെ ഇല്ല. കോഴിക്കോട്, കണ്ണൂര്, കാരപ്പറമ്പ്, ഞാൻ കണ്ണൂര് കുറ്റ്യാടി, ആലത്തൂര് എന്തൊക്കെ സ്ഥലങ്ങളുണ്ട്. ഇതെന്താ ഇത് ഞാൻ കണ്ണൂര് ജിംക കണ്ണൂര്. അയ്യോ, സ്വന്തം നാട് വന്നപ്പോഴേ. അവന് സാധനം എന്താ? കക്ക ഇത് കുത്തിവരട്ടതാ. അല്ല ഈ കക്ക കടിയിൽ എന്താ 10-ന് 10 എടുക്കുന്ന അതെന്താ ഉറപ്പ് ആരും എഴുതിയില്ല ഞാൻ എഴുതിയിട്ട് എന്ത് Very good. 5 മാർക്കുണ്ട്. 5 അഞ്ചിന്താ? ഞാൻ കാറ്റാടി. ഞാൻ കാരക്കാം. ശ്രീ കാപ്പിക്കുരു. ഞാൻ കാർ. വേഗം എഴുതി നന്നായിടാ വേഗം എഴുതി തീരാന്ന് വിചാരിച്ചിട്ട് എഴുതുന്ന വാക്കുകൾ അത് ശ്രദ്ധിക്കണം. Okay, ഈ സിനിമ ഞാൻ കീർത്തി ചക്ര ഉദ്ദേശിച്ച കീർ മാത്രമേ എഴുതി. അതൊന്നും തമ്മിൽ മാത്രമേ എഴുതാൻ പറ്റുള്ളൂ. അവനെന്താ ഇത്? ഞാൻ കാക്കക്കുയിൽ ഞാൻ കാതൽ ഞാനൊരു കാര്യം പറയട്ടെ. ശ്രീ എഴുതിയോ? എന്താ? കാവ് നടത്തി അല്ല ഒരു പ്രശ്നമുണ്ടേ നേരത്തേല് കുഴപ്പമില്ല, നേരത്തെ മൃഗത്തിലാണല്ലോ ഉമ്മർ എഴുതിയത്. കാവ് കാവ്. അത് നോക്കണം ഞാൻ പറഞ്ഞുതരാം, ശ്രദ്ധിച്ചു നോക്കണം എല്ലാരും കൂടെ ഒന്ന് ശ്രദ്ധ. അല്ല, പൂർണ്ണമാവാത്തതിൽ സാധ്യത എല്ലാം അല്ല മുഴുവൻ പറഞ്ഞുതരാം. കാക്കോത്തി കാവിലെ അപ്പൂപ്പൻ താടികളാണ് ഉദ്ദേശിച്ചത്. കാക്കോത്തി നിങ്ങൾ മനസ്സിലാവില്ലേ? കാവിലേന്ന് മനസ്സിലാവില്ലേ? അപ്പൂപ്പൻ താടികൾ നെയ്യുന്ന സമയം കിട്ടിയില്ലേ? ഇത്രയും വലിയ പേരൊക്കെ എന്താ ഇഷ്ടം പോയില്ലേ സിനിമ? എനിക്കത് തള്ളി ഒന്നുള്ളൂ. എന്താ ഞാൻ ചെയ്യാ? നിങ്ങളൊന്ന് തീരുമാനിക്ക്. വോട്ട് ചെയ്യണ്ട ആളിയും പറഞ്ഞോ അതിനൊന്ന് കൊടുക്കാൻ പറ്റുമോ? അതിന് പകുതി വേണം കൊടുക്ക. മുക്കാഭാഗം എഴുതിയിട്ടുണ്ടല്ലോ. അല്ല വേണ്ട, രണ്ടാക്ക് വേണ്ട, 0 കൊടുക്കാം. സീറോ കൊടുക്കാം കാവ് നോക്കണം അല്ലേ? കാവ് മലയാളം മൂവിക്ക് അറിയാം നോക്കട്ടെ. ആയില്യങ്കാവുണ്ട്, മയിൽപ്പീലിക്കാവുണ്ട്, കാവില്ല പോലെ. കാവിലുണ്ട്. ഇല്ല ഇല്ല, കാവില്ല, കാവില്ല, കാവില്ല. കാവ് ഇവിടെ നിന്നോട്ടോ. അതെ, ഇവിടെ ഇങ്ങനത്തെ ഓരോന്ന് എഴുതി അതൊക്കെ അറിയാൻ എപ്പോഴും ആവശ്യം വരും ഫോൺ. ഇന്റത് പറയാണ്ട് കാക്കാക്കൂലടിയാ. കാക്കക്കൂയില്ല എന്താണ് നേരത്തെ പറയുന്നത്? അതിന് ഗ്യാപ്പ് ഞാൻ 10 ഇട്ടില്ലേടാ. അവിടെ 5 കാക്കാക്കൂയില്ലല്ലോ, കാക്കക്കൂയില്ല. കാക്കാക്കൂൽ മാറി മാറി. അതെ. ഓക്കെ എല്ലാ കോൺഫിഡൻസും പോയിടാ, എല്ലാ കോൺഫിഡൻസും പോയി. ഓക്കെ, ഇനി ആനിമലോ പക്ഷി. അതന്നെ അതിലേക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ട്. കുറച്ചൊന്ന്. കരടി ആ, ഓക്കെ. 0 ഒന്നും എഴുതിയിട്ടില്ല. കാക്ക കാലങ്കോഴി. കാക്കൂല വന്നത്. അത് ഞാൻ ചോദിക്കട്ടെ, നോർമൽ കോഴി രാത്രി കൂടി കഴിഞ്ഞാൽ അതിനെ കാലം കോഴി എന്ന് പറയും. ആ, കാലംകോഴി എന്ന് പറയില്ലേ? കാലങ്കോഴി. കോഴി എന്ന് പറയുന്നത് കാലംകോഴി. എന്നിട്ട് കോഴി എഴുതിയെങ്കിൽ കിട്ടൂലേ 10 കോഴി. അത് കോഴിന്ന് വേറെ ആരെയും എഴുതിയാലോ? അപ്പൊ ഒരു കാലനും കൂടെ കൂട്ടി. അതിങ്ങനെ എനിക്ക് ഓരോ സമയം പോവാം. കുരങ്ങൻ. കുരൻ. അയ്യോ. കാക്ക. സംതൃപ്തിയായത് ഓരോന്റെ ടേൺ വരെ കാത്തുകൊണ്ടാ പറയാ. 10, 20, 25, 35, 40 എഴുതി. അവരോട് നമ്മുടെ 40 മാർക്കായി. കരടി എന്തൊക്കെ വായിക്കി. അത് കഴിയുമ്പോൾ കണ്ണാടി പറമ്പ് കാക്കക്കുയിൽ മൊത്തം 40. എനിക്ക് കാതര 10, കാ 0, കാറ്റാടി 10, കീർ 10, പിന്നെ കീർ 10, കീർ 0, പിന്നെ ആനിമൽ ബേർഡ് 0. ആകെ 20 മാർക്ക്. അയ്യമ്പേര് തുടങ്ങിയതാണ് പിന്നെ മൊത്തം ദുരന്താണ്. ഇരിക്കുന്നതിന് ഭയങ്കര ക്രൂരത എന്നോട് ചെയ്യുന്നത്. കാക്കു 10, കക്കോടി 10, കക്ക 5, കാതൽ 10, കാക്ക 5, ടോട്ടൽ 40. കീർത്തന 10, കാരപ്പറമ്പ് 5, കുപ്പി അല്ല സോറി കാപ്പിക്കുരു. കപ്പ കപ്പ കുവ കപ്പ. കാപ്പിക്കുരു 10. ഇതൊന്ന് ഈരോട് നോക്കിക്കഴിഞ്ഞാൽ എന്താന്ന് മനസ്സിലാവും. കാവ് 0, കാലങ്കോഴി 10. ആ അപ്പൊ ടോട്ടല് ടോട്ടല് 10, 20, 30, 35 മാർക്ക്. 35 ഓ, 35 മാർക്ക്. ഞാനിങ്ങനെ തോൽക്കുന്ന ആദ്യമായിട്ട് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. എനിക്ക് കുഞ്ഞൂട്ടം 10, കാരപ്പറം 5, കാരക്ക 10, കുരങ്ങൻ 10, കാക്കോത്തി കാവിൽ 0. 10, 20, 30, 35 മാർക്ക്. ഞാൻ ശ്രമി ചെയ്യുന്നു. ഞാൻ കബീർ 10, കണ്ണൂർ 10, കാറ് 10, കാക്ക 5, കാക്കാക്കൂൽ 5. അടാ 40 മാർക്ക്. 40 മാർക്ക്. കാക്കാക്കൂയില്ലല്ലടാ, കാക്കക്കൂയിൽ. ഓക്കെ, ഇനി അടുത്തത് മലബാർ ഏരിയയില് കാക്കാക്കൂയിൽ.
കോഴിക്കോട് ഭാഷയിലേക്ക് ഓക്കെ ഇനി ശ്രീയായിരിക്കും നല്ലൊരു ലെറ്റർ കിട്ടിയത്. നല്ലതല്ലേ അങ്ങനെ നിൽക്കണ്ടേ Okay, ready? തുറക്കട്ടെ? ആ. 3, 2, 1. യാ അയ്യോ അയ്യോ എന്താ അത് കോപ്പടിക്കും ഇല്ലടാ, ഞാൻ കോപ്പി അടിച്ചില്ല. ഇന്ത്യയുടെ ബസ്സാർ അടിക്കില്ലേ അടിക്കില്ലേ അവര് ബസ്സാർ അടിക്കില്ലേ ഇങ്ങനെയായിരുന്നു ഇത് ഇതുവരെ ഇല്ലേ എഴുതാനൊരു ഗ്യാപ്പ് ഇട്ടില്ല എല്ലാം ആലോചിക്കട്ടെ നന്നായി നീ എന്താ പറഞ്ഞ അല്ല, ഞാനൊരു ആവേശത്തിൽ അടിച്ചു പോയി. ഇനിയിപ്പോ ഒന്നും ചെയ്യാൻ പറ്റില്ല ആരും ചെയ്യില്ല. ഞാൻ നിർത്തിയോ നോക്കണതിലേക്ക് നോക്കി ഇനി ഇതൊക്കെ സമയമില്ലല്ലോ. എഴുതില്ല ഈ ഉള്ള എഴുതിണ്ടാവല്ലേ ആ, ഞാൻ Pen drop. പറഞ്ഞ ശ്രീ തുടങ്ങിയോ ബുദ്ധി മതിയാളോ പെൺഡ്രോപ്പ് അപ്പൊ ഞാനാ വായിക്കണ്ടല്ലേ. പേര് യാമി. യാദവൻ. യമുന. എനിക്കറിയാം. യദു ഓക്കെ ഞാൻ യമുന എഴുതി വെട്ടി യമൻ ആക്കി ഓ, സമാധാനം. അത് ഞാനാദ്യം യമൻ എഴുതാൻ പോയിട്ടോ. നന്നായി ആ 10 മാർക്ക് കിട്ടി. സ്ഥലം യൂറോപ്പ്. യാ. യൂറോപ്പ്. ഞാൻ എഴുതിയുള്ളൂ യൂറോപ്പ്. യൂറോപ്പ്. യാ. യാ ഒന്നും എഴുതിയില്ല. ഞാൻ യമുന നദി. ഞാനും അതന്നെ എഴുതി വെച്ചത് സ്ഥലമുണ്ടോ എടാ യമുന നദിയിലേക്ക് പോവാ, അവിടേക്കല്ലേ പോവാ. യമുന നദി പോകുന്ന സ്ഥലം സ്ഥലം കേട്ടോ. ആ സ്ഥലമായിട്ട് മനസ്സിലായോ? അതെ നദി ഒഴുകുന്നു അങ്ങനെയാണ് ഭാരതവും ഭാരതപ്പുഴ ഇന്ന സംഭവം ഭാരതപ്പുഴ എന്ന് പറയില്ലേ? ഞങ്ങൾ സ്ഥലമുണ്ട്. നടന്നു പോവാ. ആ. അപ്പൊ ഞാൻ വീടെ ഒരാൾ വന്ന് ഈ യമുന സ്ഥലം നദി ചോദിക്കാം. ഞാൻ യമുന നദി ഉത്ഭവിക്കുന്ന സ്ഥലം മുതൽ അതിന് താഴെയാണ് യമുന നദി എന്ന് പറയുന്നത്. അതെവിടെ? അതിന് അങ്ങനെ പറയാൻ ജോഗ്രഫി ഒന്നും ഇവിടെ വേണ്ട. ഞാൻ പറയാം. ഇപ്പൊ ഏട്ടാ ഇന്ന സ്ഥലത്തേക്ക് പോയതാ, ഏട്ടാ കനോലി കനാലിന്റെ അടുത്തൂടെ പോയാൽ മതി എന്നല്ലേ പറയുള്ളൂ. കനാലല്ല ഇത്. ആ പറയൂ. യമുന നദിയുടെ തൊട്ടടുത്ത കൂടെ ഷോർട്ട് കട്ട് കൂടെ പോയാൽ മതി, അത്രേ ഉള്ളൂ. അല്ല ഇത് കനാലല്ല പുഴയാണ്. ആ അതിന്റെ അടുത്തുള്ള സ്ഥലത്ത് യമുന നദിയുടെ സ്ഥലം. അതെ ഞാൻ അതിനെ സപ്പോർട്ട് ചെയ്യും ആ. യമുന സ്ഥലോ യമുന നദി അല്ല നിങ്ങളൊന്ന് തീരുമാനിക്കും യമുനാനദിക്ക് മാർക്ക് കൊടുക്കണം വേണ്ടേ കൊടുക്കാം. ഞാൻ നേരില്ല ഞാനൊന്നും എഴുതിയില്ല. അല്ല കോഴിക്കോട് ബീച്ചിൽ എന്താ പറയല് അല്ല നിങ്ങള്? വെറുതെ സുഖമാണ് യമുനാനദി മൂപ്പരൊന്നും എഴുതിയിട്ടില്ല ബീച്ച് വേറെ അത് ബീച്ച് എന്ന് പറയുന്നത് ആ, യമുനക്ക് യമുന നദി നമ്മളവിടെ പറയുന്നത് പറയൂ. അവിടെ യമുന നദി പോയിട്ട് യമുന നദി എന്നല്ലേ പറയാ, അല്ലാതെ വേറെ സ്ഥലപ്പേരുണ്ട് ശ്യാമിമ്പൊക്കെ അത് അറിയില്ലാത്തത് വെറുതെ തർക്കിച്ചിട്ട് കാര്യമില്ല. എന്തായാലും 5 കിലോമീറ്റർ ഇരിക്കല്ലേ. സാധനം എന്താ എഴുതി അത് ഈസ്റ്റ്. 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 ആ ഓക്കെ ഓക്കെ. അതിന് മലയാളം പേരുണ്ടോന്ന് നോക്കണം. ഈസ്റ്റിന് ഈസ്റ്റ് എന്നാ പറയാ. ഈസ്റ്റ് എന്നല്ലേ പറയല്? ഈസ്റ്റ് തന്നെ അറിയാം. ഈസ്റ്റിനെ കോമൺ ആയിട്ട് ഈസ്റ്റ് തന്നെ പറയാം അല്ലെങ്കിൽ ഈ പുളിപ്പിക്കുന്ന സാധനം എന്ന് പറയും. യവനിക. യവനിക. അങ്ങനത്തെ ഒരു സാധനം യവനികയുടെ മലയാളം മീനിങ് ഒന്ന് നോക്കി. നമുക്കറിയാൻ നോക്കട്ടെ യവനിക എന്നൊരു സാധനം ഉണ്ടെന്ന് അത് മനസ്സിലായി അതെന്താണെന്ന് യവനിക എന്നാ തോന്നിയെന്നാണ് തോന്നുന്നത്. യവനിക എന്ന് പറഞ്ഞാൽ കറക്റ്റ് അർത്ഥം ആണോ? എന്തായാലും meaning ഉണ്ട്, meaning ഉണ്ട്. യവനിക കർട്ടൻ കേസോ നോട്ട് വെച്ചു ഞാൻ അതിലേക്ക് അതിന്റെ എക്സാമ്പിൾ മതി യവനി ഗൗരിയുടെ വിടർന്നൊരു അതാണ് അതിന്റെ അർത്ഥം. ഏതാ തല? എനിക്ക് പക്ഷെ എഴുതാൻ പറ്റില്ല തിങ്ങി ഞാനൊന്നും എഴുതിയിട്ടില്ല ഞാൻ ഇപ്പി ഇപ്പി. ഇപ്പി നൂഡിൽസ്. ഇപ്പി അതിന് കാക്കാർക്ക് അറിയാം. സൂര്യന്റെ ചിത്രമുള്ള ആ, വേണ്ട. ഇതൊക്കെയാണ്. ആട്ട മൈദ കൊണ്ടുണ്ടാക്കിയ ശരിയാണെന്നല്ല യോഗ യോഗ. സാധനം. എടാ, ഒരു മാറ്റും കൂടെ ചേർത്തിട്ട് യോഗ. യോഗയോ?
യോഗ അതല്ല, ഞാൻ പെട്ടെന്ന് എഴുതിയപ്പോ അങ്ങനെ അതൊരു യോഗട്ടെങ്കിലാക്കേണ്ടി. ആ സത്യം യോഗായിട്ട് മലയാളം ഇല്ലടാ. ആ പൂജയായിട്ടോളാം യോഗ പൂജ കേട്ടോ ഗൈസ്, അത് ഞാൻ ഇട്ടെടുത്തിട്ടോ. ഓക്കെ ഇനി മൂവി. അല്ല ഞാൻ പറഞ്ഞില്ല ആ പറഞ്ഞു. ഈ യന്ത്രം. ഓ യന്ത്രം ബുദ്ധിമാൻ. മൂവി യുറേക്ക. യുറേക്ക മൂവി ഉണ്ട്, ഉണ്ട് യുറേക്ക മൂവി ഉണ്ട്. അപ്പൊ അങ്ങ് സംശയം ഉണ്ടായിരുന്നു. ഞാൻ മാത്രമല്ല യാത്രക്കാരുടെ ശ്രദ്ധിക്കും. ഞാൻ യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് പേരെന്നെ കിട്ടിയത്. ആ ശ്രീക്ക് എപ്പോഴും 5 ഇട്ടാളൊരു യോഗപ്പെടുള്ളൂ. അതെ. ചാമിന്റെ യക്ഷി യക്ഷി അല്ല യക്ഷി പഴയതുണ്ട്. സത്യനുണ്ട്. ഞാൻ യോധ വൗ, ജബിൻ. ഞാൻ അത് നന്നായി. യവനിക. ഇതും കൂടെ ഞാൻ ആലോചിച്ച എന്നിട്ട് വേണമെങ്കിൽ അത് 5 മാർക്ക് കിട്ടേ. യാക്ക്. അതിന്റെ മലയാളം ഉണ്ടാവും. യാക്ക് നോക്ക്. യാക്കില്ലേ സാധനമില്ലേ? യാക്ക് സാധനം പക്ഷെ അത് ഇംഗ്ലീഷ് വരാം. യാക്കോ യാക്ക് എന്താണ്? യാക്ക് എന്ന് പറയാം. ഈ കഴുത്ത് ഇങ്ങനത്തെ ഒരു സാധനം. ആ മറ്റേ അല്ലേ? കുമ്പിങ്ങിന്റെ സാധനം അത് മലയാളം യാക്ക് തന്നെയാ. അതെനിക്ക് സംശയം. യാക്കിന്റെ മലയാളം നോക്കണം. ഞാൻ നോക്കട്ടെ. എന്തോ ഒരു മാനല്ലേ അത്. ചെമ്മരിയാട് നല്ലോണം. ആനിമൽ ആണോ? ഡൊമസ്റ്റിക് യാക്ക് ഡൊമസ്റ്റിക് യാക്ക്. മലയാളം name. മലയാള നെയിം ഇംഗ്ലീഷിൽ യാക്കന്നെ. മലയാളത്തിൽ പറഞ്ഞാൽ ഹിമാലയൻ മേഖലയിൽ കാണപ്പെടുന്ന നീളമുള്ള രോമങ്ങളുള്ള ഒരു വലിയ കാളവർഗ ജീവിയാണ് യാക്ക്. മലയാളത്തിൽ ഇതിനെ യാക്ക് അല്ലെങ്കിൽ ചമരിക്കാള എന്ന് വിളിക്കും. ഞാൻ യാക്കൊന്നും ഒന്നിനും വിളിക്കല്ലോ. അല്ല, മലയാളത്തിൽ ഇതിനെ യാക്ക് എന്നും ചമരിക്കാള എന്നും ഒപ്പം നോക്കിയാണ്. വെറുതെ അങ്ങനെ ഒന്നും ഞാൻ കൊടുക്കൂല. നമ്മുടെ നാട്ടിലില്ലേ യാക്കൊന്നും. അതുകൊണ്ട് ഉണ്ടായത് നീ തെണ്ടിപ്പോയാട്ടാ ചമരിക്കളയടാ. നീ ശ്രീ? ഞാൻ ഒന്നും എഴുതിയില്ല. ഞാനും ഒന്നും എഴുതിയില്ല. ഞാന് യമു. എമു എന്നാ പറയാ. ഞാൻ വെച്ചത് എന്തോന്നില്ലേ. അത് യാക്ക എഴുതി. ഞാനും ഒന്നും എഴുതിയില്ല. ആരും എഴുതിയില്ല. സന്തോഷം. ഓക്കെ. അപ്പൊ ട്രോഫി എടുത്ത് പറഞ്ഞിട്ടല്ലോ. വേണ്ടി വരും. യാമി 10, യൂറോപ്പ് 10, ഈസ്റ്റ് 10, യുറേക്ക 10, യാക്ക് 10. 9 മാർക്ക്. ഞാൻ യമൻ 10, യമുനാ നദി 5, യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് 5, ബാക്കിയൊക്കെ 0. എനിക്ക് 20 മാർക്ക്. ഞാന് യാദവ 10, ഒന്നുമില്ല. യമനിക 10, യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് 5. ടോട്ടൽ 25 മാർക്ക്. 25 മാർക്ക്. എനിക്ക് യമുന 10, യമുനാ നദി 5, ഇപി 10, യമു 0, എക്സി 10, 10, 20, 30, 35 മാർക്ക്. അഞ്ചെങ്കിലും കിട്ടല്ലോ അല്ലേ? ഞാൻ എഴുപത്ത് യോധ അത്രയും ദാരിദ്ര്യത്തിലൂടെ നമ്മള് പോയിട്ടില്ല. ഞാൻ എഴുപത്ത് യോധ 10 20. ഞാൻ യാമിനി 10, യന്ത്രം 10, യവനിക 10, 30. അടുത്ത ഗൈസ് ഞാനാണ് എടുക്കുന്നത്. ഓക്കെ. നല്ല പാടിയിട്ടുണ്ട്. എനിക്ക് മാത്രം 50 കിട്ടട്ടെ. എന്തായാലും നമ്മള് പറയണ്ടേ ഏതാണിത്? ഇത് ഞാനാണോ താഴെ? ഞാനോ താണോ ഞായിരിക്കൂലേ? എന്തെങ്കിലും തീരുമാനിച്ചോ? ഞാൻ തോന്നുന്നു. ഞാൻ ഒറ്റ പ്രവചിച്ചെങ്കിലും എനിക്ക് ബസർ അടിക്കണം ആഗ്രഹം ഉണ്ടായിരുന്നു. നീ ഒരു 10 സെക്കൻഡ് കൂടെ തന്നിട്ടുണ്ട്. ഇല്ല തരില്ല. തുടങ്ങാം. സമാധാനം. ഇപ്പഴെനിക്ക് ശ്വാസം വിടുന്നത്. പേര് നീരു. ഒരു മിനിറ്റ്. നീനു. അല്ല ഒരു മിസ്റ്റേക്ക് പറ്റിപ്പോയി. അത് നായ. ഞാൻ ഞാൻ ഇങ്ങനെ വിചാരിച്ചു, ഞാൻ താണ വിചാരിച്ചു. അപ്പൊ അറിയോ 0. അല്ല ഞാൻ ഇവിടെ പറഞ്ഞില്ല. ഞാൻ കേട്ടില്ലാട്ടാ. ഞാൻ ഇങ്ങനെ ഇങ്ങനെ വിളിച്ച സമയത്ത് തായായിട്ടാണ്. അത് ഗൈസ് ഗെയിമിൽ ശ്രദ്ധ ഇല്ലാത്തതിനെ കൊണ്ട് അതെ, ശ്രദ്ധിച്ചിരിക്കില്ല. പുള്ളി പൂജ്യം കിട്ടിയോ? എത്ര പ്രാവശ്യം പറഞ്ഞത് ഞാന് നമുക്ക് കാര്യം ചെയ്യാം. നമുക്കൊരു 20 സെക്കൻഡ് സമയം എടുത്തേ. ഒരു 20 സെക്കൻഡ് സമയം കൊടുക്കാം. പറ്റൂല. മുന്നേ ഇതേപോലെ ഒരാൾക്ക് അക്ഷരം തെറ്റിപ്പോയിട്ട് ഫുള്ള് 0 ഇട്ടിട്ടുണ്ട്. ഒരു അക്ഷരം തെറ്റിപ്പോയ ഞാൻ ശ്രദ്ധിച്ചില്ല. എന്നാ ഫുള്ള് പൂജ്യം ഇട്ടാ ഗൈസ് ഈ റൗണ്ട് അമലേട്ടൻ ഇല്ലായിരുന്നു. പൂജ്യം. പാവ സിനിമയൊക്കെ
അമലേട്ടന്റെ ദാ വെച്ചിട്ട് എഴുതിയിട്ടുണ്ട് സിനിമ ഒന്നും വിട്ടില്ല. ഓക്കെ, ഈ പേര് പറഞ്ഞോളൂ. പേര് നീനു പറഞ്ഞ് കാക്ക നീനു എഴുതി. മാർക്ക് അവിടെ പോയി. അവിടെ പോയി. ഞാനല്ലേ നീരവ്. ആ. നീരവ്. നീരവ്. ഞാൻ നയന. നയനെ. ആ. ആരെ ആ, നയന? നല്ലതാ. അനക്ക് എന്ത് പേരൂടാ? ആ. ഞാൻ നീലി. നീലി. സ്ഥലം സ്ഥലം നരിക്കുനി. ഞാൻ എഴുതിയില്ല. ഞാൻ നയിക്കുന്നു. പിന്നെ പോയി 5 മാർക്ക്. എങ്ങനെയൊക്കെയോ കിട്ടുക. ആ. നാരകത്തോടും ആ നാരങ്ങത്തോട് എന്ത് സ്ഥലം? നാരകപ്പാല് ചൂട്ടക്കിലുണ്ട് മിണ്ടാതിരുന്നു. നാരകത്തോട് അല്ല, നാരത്തോട് മുക്കം ഭാഗത്തേക്കുണ്ട്. എന്നാണ് ആൻസർ? എന്റെ ദൈവം, ഞാൻ ഒന്നും എഴുതിയില്ല. എനിക്ക് നഞ്ചിക്കോട്. നഞ്ചിക്കോട്. എങ്ങനെ? നഞ്ചിക്കോട്. ഉണ്ട്. നഞ്ചിക്കോട്, നഞ്ചിക്കോട്. ഓക്കെ. എവിടെയോ കേട്ട് പരിചയമുണ്ടായിരുന്നു. ഓക്കെ, ഇനി അടുത്തത് 5 എഴുതിയില്ല. അവനെ ദാവച്ചെന്തോ ധാരാവെന്തോ എഴുതി വെച്ചു. ദാവച്ച സ്ഥലമാണോ? ഓക്കെ, സാധനം ഞാൻ എഴുതി നീന്തൽക്കുളം. ഈ പറ. സാധന ആ, നീന്തൽക്കുളോ? നീന്തൽക്കുളം ഒരു സാധനമല്ലേ? ആ, ഓക്കെ. നാരങ്ങ. കുളമൊക്കെ നീന്തൽക്കുളം. ആ എടാവിളി കേട്ടാറിയാം. നീന്തൽക്കുളം. ആ നീന്തൽക്കുളം ഒരു സാധനം. കാക്ക എന്ത് എഴുതി? നാരങ്ങ. നാരങ്ങ. ഞാനും നിറങ്ങ. ഞാനും നാരങ്ങ. ആഹാ. അത് ഷാമിക്ക് ഇപ്പൊ 3 5 എന്തൊരു അഹങ്കാരം. അതെ, എഴുതിയ മൊത്തം അഞ്ച്. എന്തായാലും 50 മാർക്ക് നേടിയിട്ടേ പോള്. പത്തറ ഞാൻ ആദ്യം അടിക്കും. ഇതിൽ ആകെ ഇങ്ങനെ അടിക്കാവുന്ന ആഗ്രഹം നടത്ത്. പക്ഷെ ഫുൾ നിങ്ങൾക്ക് മാർക്ക് സങ്കടം എല്ലാത്തിനും പൂജ്യമായി ഞാൻ കിട്ടുന്നു. അതെ, ഇവിടെ ഞാൻ പറയട്ടെ. പൂജയായിട്ടിരിക്കുക. ഞാൻ പറയട്ടെ, സാധനം നന്നാറി. ഒന്ന് വ്യത്യസ്തമായിട്ട് ചിന്തിക്കായിരുന്നു. ഞാൻ നാരങ്ങത്തോട് നടന്നപ്പോ ഇവിടുന്ന് അതേ മരുമോള്. നാരങ്ങ എഴുതി. ആ. മൂവി നീന. ഓ, നീന. എന്തൊരു കസ്സാണ്. അതിലും അഞ്ചിലെ നമ്മളെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഷാമി ഇങ്ങനെ അതെ, ഇവര് തമ്മിൽ വല്ലാത്തൊരു എളുപ്പത്തിൽ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കാണുന്നത്. ഫുൾ 5 എനിക്ക്. ഞാൻ നീലത്താമര സിനിമ. ശ്രീ എന്താ? ഒന്നും എഴുതിയില്ല, 4 മാത്രം എഴുതി. ഓ, ഞാൻ ചുരുക്കെന്താ? നീലാകാശം പച്ചക്കടൽ. ആ പച്ചക്കടലൊന്നുമില്ല. നീലാകാശം. പാലക്കാടല്ലേ പച്ചക്കടൽ. മോനെ, ഒറ്റ മിനിറ്റ്. അടക്കെ നീല അടക്കെ നീലാകാശം. മിണ്ടല്ലേ? നീലകം മുക്കിയില്ല. എന്താ ഇതെന്താ? ഇത് പറ്റില്ല കേട്ടോ. പച്ചക്കറി ചുവന്ന ഭൂമി ഒന്നും ഇത് പകുതി ചെയ്തിട്ടുള്ളൂ. നേരത്തേക്ക് പൂജ തരാൻ പറഞ്ഞുതരാം. അതെ, എഴുതി complete ആവണം. പൂജ നീലാകാശം പച്ചക്കടൽ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ആയാ. ചോന്ന ഭൂമി നിങ്ങൾ നേരത്തെ ഈ പൂജ കൊടുത്തല്ലേ? രാവിലേക്ക് പൂജ ഒക്കെ കൊടുത്തു. ഇതിപ്പോ ശരിക്കും നീലാകാശം പാലക്കാട് എന്നുള്ള പോലെ തന്നെ അങ്ങനെ എഴുതിക്കുന്നത് കേട്ടോ. അത് കൊടുക്കാൻ പറ്റും. പാലക്കാടല്ല പച്ചക്കടൽ ഇത് മുഴുവൻ എഴുതിട്ട് കൊടുക്കരുത്. ലാസ്റ്റ് ചുവന്ന ഭൂമി ഇല്ലല്ലോ. ഇല്ല, അതെ. അപ്പൊ ഒന്നും ചെയ്യാൻ പറ്റൂല. അതൊക്കെ വെറുതെ ലഞ്ചിട്ടി. ഇനി ബേർഡ് ഓർ ആനിമൽ? നീർത്തവള. നീർത്തവളയോ? നീർത്തവള, വെള്ളത്തിന് തവള, നീർത്തവള. നീർദോഷാണ്. നീർനായാലും കേട്ടില്ല. ഞാൻ നീർന്നായ ഇതേപോലെ നീർത്തവളൊന്നുമില്ലേ? നീർനായിട്ട് അറിയില്ല. നീർത്താവളല്ല. നീർത്തവള. നോക്കണം, നീർത്തവള ഉണ്ടോ? എന്നാ ഞാൻ നീർമീൻ എന്നൊക്കെ എഴുതും. ആ, പറ്റണം. നോക്കണം. എന്ത് നീർത്താവള? ആ നീർത്തവള ഒരു സാധനം ഞാൻ ഇതുവരെ കിട്ടിയില്ല. നീ എന്താ എഴുതിയേ? ഞാൻ നീരാളി. ഞാൻ ഒന്നും എഴുതിയില്ല. എന്ത് പറ്റി? നീർത്തവള. 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 പറയിപ്പിക്കരുത്. നീർത്തവള. ഉണ്ട്. അത് കാർട്ടൂണാ. തവള ദോശയുടെ വരുന്ന അഞ്ചി. അടൈ ദോശ ഈസ് എ റേർ. തവള അടൈ ദോശ ഈസ് എ റേർ ട്രഡീഷണൽ സൗത്ത് ഇന്ത്യൻ ഡിഷ്. ആ, അതിന് നേരത്തിട്ടു ഇല്ല. ഇഷ്ടം പോലെ ഞാൻ ഒന്നിക്കണം. 0. അനക്ക് 0. ആ, എനിക്ക് 0 ആണ്. ഞാൻ നായ. നീരാളി. അതുവരെ തലയിൽ വന്നില്ല. നായ ഉണ്ടായിരുന്നു, നരി ഉണ്ടായിരുന്നു. ഈ എഴുതിയില്ലേ? ആ, ആ വേണം. സമയം കിട്ടായിട്ട് അങ്ങനെ എഴുതാൻ പോയിരുന്നു. ഓക്കെ, ആ. അയ്യോ. മാർക്കിനെ പറ്റി പറയാത്താണ് ഗൈസിന്റെ ഞാൻ നല്ലത്. ആദ്യം പറഞ്ഞു കൊടുക്കാം മാർക്ക്. ആ. അവലേട്ടന് പൂജ്യം. എനിക്ക് പറഞ്ഞേ എനിക്കൊന്നും അറിയില്ലേ? എന്താ പറ? ഇത് നീതി 10, സ്ഥലത്തിന് പൂജ്യം, നീന്തൽക്കുളം 10, സിനിമ നീലത്താമര 10, നീർത്താവള 0. അപ്പൊ ടോട്ടൽ 30 മാർക്ക്. എന്തിനാ വിളിച്ച് കേട്ടിട്ട് നീനു 5, നാരങ്ങത്തോട് 10, നാരങ്ങ 5, നീന 5, 5, 10, 15, 25 മാർക്ക്. ഓക്കെ. നീരവ് 10, നഞ്ചിക്കോട് 10, നന്നാറി 10, 30 മാർക്ക്. വേറെ ഒന്നിനും മാർക്കില്ല. ഇതിനേക്കാൾ മാർക്ക് ഞാനേക്കാണെങ്കിൽ മുന്നേ എഴുതി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അവലേട്ടന് ഭയങ്കര വിഷമം. ഞാൻ ഇന്ന് മൂന്നാമത് ഞാൻ എഴുതിയില്ല. ഓക്കെ,
എന്റേത് നീനു 5, നരിക്കുനി 5, നാരങ്ങ 5, നായ 10, നീന 5, 10, 30 മാർക്കുള്ളു ഗൈസ് എനിക്ക്. എനിക്കറിയാം ഗൈസ് ഇവരിന്റെ അത് എനിക്ക് നയന 10, നരിക്കുനി 5, നാരങ്ങ 5, നീരാളി 10, നീലാകാശം പാലക്കാട് 0. ഇനി അടുത്ത ഇതിന്റെ നമ്മൾ എന്ത് മനസ്സിലാക്കണം? പെട്ടെന്ന് നമ്മള് ബസ് അടിക്കണം. ഒന്ന് നല്ലോണം ആലോചിച്ചേ നോക്കി എന്തിനാ ബസ് അടിക്കുന്നത്? അയ്യോ 3, 2, 1 go. അയ്യോ പ്ലീസ് എന്താണ് ലാസ്റ്റിലൂടെ എത്തിയപ്പോ പ്രഷറായി, ഒന്നും നടക്കുന്നില്ല, തലയിലൊന്നും വരുന്നില്ല. അല്ല നല്ല സാധനം കഴിയുന്നുണ്ട് പക്ഷെ കേൾക്കാൻ പറ്റില്ല. നെയ്മ് ഐവാൻ. ഐവാൻ. എഴുതുമ്പോ നബി നബി ഏലിയാമ്മ, ഏലു, എൽസമ്മ, ഏനു ഏനോ ഏനു. ഏനു ഏനു പേരെന്തൂടാലോ ഏനു. ഞാൻ ഏലു എന്നാ വിളിക്കും ഒരാളെ. ഞാൻ ഏനു എന്ന് വിളിക്കൂ. ഏനു എന്റെ പേരുണ്ട്. എൽസമ്മ എന്നുള്ള പേര് ഒരുപാട് ആൾക്കാർക്ക് ഓ അതുണ്ട്. സ്ഥലം പറയുന്നോ? എലൈറ്റിൽ വട്ടോളി. എന്തല്ലേ ഇതൊക്കെ ഈ എഴുതി എന്റെ മോനെ ഞാൻ കിടപ്പുണ്ട്. ഞാനൊന്നും എഴുതിയില്ല. എടരിക്കോട്. ഹെലത്തൂര്. ഞാൻ എഴുതിയില്ല. അയ്യോ പാവം. നീ ഒരു സാധനം പറ. ഏലക്കായി. ഏലക്ക. ഏലക്കായോ? ഏലക്കായി ഏലക്കായ, ഏലക്ക, ഏലക്കായി. ഞാൻ 5 മാർക്ക് ഒക്കെ ഒരു സാധനം. ഒരേ സാധനം. ഞാൻ എഴുതിയില്ല. ഏന്നിട്ട് നീട്ടാൻ ഇല്ല മോനെ സാധനം എനിക്ക് ഫുള്ളാക്കാൻ പറ്റില്ല. എരുമപ്പാല് സംഭവം തന്നെ. സിനിമ. എന്റെ തേടി കേട്ടോ. പിന്നെ സിനിമ. ഏകലവ്യൻ. എമ്പുഴ ഞാൻ ഒന്നും എഴുതിയിട്ടില്ല. ഞാനൊന്നും എഴുതിയില്ല. ഞാന് എന്നിഷ്ടം നിന്നിഷ്ടം. അതൊക്കെ ഏതാ പടോ? എൽസമ്മ എന്ന ആൺകുട്ടി. അതൊക്കെ എഴുതി അന്വേഷിച്ചു നോക്കട്ടെ. നീ ചോദിച്ച സിനിമ അല്ല മൃഗം. എലി. എലി. ഞാൻ എഴുതിയില്ല. ഞാൻ എഴുതിയാലോ? ഈ എഴുതിയോ? ഞാൻ എമു. എരണ്ട. എരണ്ടോ? ഞാൻ പൂജ്യം ഒന്നുമില്ല. സല്ലിനുള്ള സൗണ്ട് വരുന്നില്ല. നല്ല കളർ പോയി. 45 ആയിട്ട് നിൽക്കുമ്പോഴേ സൗണ്ട് കൊണ്ട് വരുള്ളൂ. അല്ലെങ്കിൽ ഇവിടെ മാർക്ക് കാണുമ്പോൾ ഒരു ഊർജ്ജം വരുന്നുണ്ട്. നല്ല മാർക്ക് കാണുമ്പോൾ എനിക്ക് ഊർജ്ജമുണ്ട്. വല്ലാത്തൊരു ഊർജ്ജം തന്നെ. എനിക്ക് 10, 5, 5, 20 മാർക്ക്. എനിക്ക് 30. എനിക്ക് എൽസമ്മയ്ക്ക് 10, എലത്തോളിന് 10. കേൾക്കൂ. ഇത് കാണുമ്പോഴല്ല ഊർജ്ജം വരുന്നത്. ഇനി ഇതൊന്ന് കേക്ക്. എൽസമ്മ 10, എലത്തൂര് 10, ഏലോ 5, എൽസമ്മ നാണൂട്ടി 10, എരണ്ട 10. 45 മാർക്ക്. എഴുതിയിട്ട് ഞാൻ ഇങ്ങനെ ആലോചിക്കും ഇതെങ്ങനെ മാറ്റാൻ. അവരായിട്ട് 30 മാർക്ക്. അത് എന്റെ ഭാഗ്യപത്ത് പോയതാ. ഗൈസ് എനിക്ക് ഏനു 10, പിന്നെ സ്ഥലം എഴുതിയിട്ടില്ല. ഏലക്കായ 5, എമു 10, എന്നിഷ്ടം നിന്നിഷ്ടം 10. ടോട്ടല് 30. ഇഷ്ടമാണോ അല്ല എനിക്കുണ്ടോ? എനിക്കിഷ്ടം നിന്നിഷ്ടം. 10, 20, 30, 35. ആണോ എനിക്കൊരു ഡൗട്ട്. ഇഷ്ടം ഇഷ്ടം നീ അതും കൂടെ നോക്കാനല്ലേ ഉള്ളൂ. ഇഷ്ടം ഇഷ്ടം ആ എന്നാ ഇന്നിഷ്ടം നിന്നിഷ്ടം. ഉറപ്പാണോ? ഓർക്കണം. ഞാൻ നോക്കാം. കൺഫേം ആക്കാം. ഒരു രസമല്ല. 5 കുറയട്ടെ. നിന്നിഷ്ടം Guys, നിന്നിഷ്ടമല്ല. ഒന്ന് ക്ലാരിഫൈ ചെയ്ത് കൊടുക്കൂ.
25 മാർക്ക് guys എനിക്ക്. നിന്നിഷ്ടം എന്നിഷ്ടം. ഇവനാണ് എന്റെ ഏറ്റവും വലിയ ശത്രുത. തൊട്ടടുത്തിരുന്നിട്ട് ഇല്ല എന്തൊക്കെ എന്തൊക്കെ കുറയ്ക്കാൻ പറ്റും അതൊക്കെ കുറയ്ക്കും. 25. ഓക്കെ ഇനി അടുത്തത് എന്റെ അയ്മാൻ 10, റേറ്റിംഗ് മിട്ടോട് 10, ഏലക്കായ് 10, ഏലക്കായ് 5, എലി 5, പിന്നെ 10, 20, 30, 40. ഇനി അടുത്ത സെഷനിലോട്ട് കിടക്കുകയാണ്. അടുത്ത പിന്നെ അടുത്ത റൗണ്ട്. അതെ അടുത്ത പുതിയ പേജ് കൊടുത്തത് അളിയാ നല്ല പുതിയ പേജ് കാണാം. അതെ എടുത്തു. അപ്പോ ഞാൻ റെഡി 1 2 3 സ്റ്റാർട്ട് ചെയ്യാം. ഈ ബായാണ് റെഡി 1 2. എല്ലാരും ഒന്നിൽ ചക്കാണ് തോന്നുന്നു. ഈ എല്ലാം ആലോചിച്ചാണ് അടിച്ചത്. ഞാൻ എഴുതി കഴിഞ്ഞോ? ഈ കണ്ട ബാ കണ്ടിരുന്നോ? ഏത് ബാ? ഈ ബാ. ഏത് ബാ? ഈ ബാ. ആ ഓക്കെ എന്നാ തുടങ്ങാം. ഞാൻ മുഴുവനൊന്നും എഴുതിയില്ല കേട്ടോ. പേര് ഭാർഗവി. ഭാർഗവി. ബാമ, ഭദ്ര, ബീരു, ഞാൻ ഭാനുമതി. ഭദ്രൻ. ആ 10 മാർക്ക്. ഫസ്റ്റ് 10 നല്ലൊരു തുടക്കം. സ്ഥലമാണ് എനിക്ക് ഭാരതം. ഭാരത്. ഒരു മിനിറ്റ്. ഭാരതം എന്ന് വെച്ചാൽ ഇന്ത്യ. ഭാരതത്തിന് വേണോ? ഭാരതത്തിന് നിങ്ങൾക്ക് വേണോ? ഭാരതത്തിന് കൊടുക്കേണ്ടി വരും. ഞാൻ യൂറോപ്പ് നിന്ന് എഴുതിയപ്പോ എനിക്ക് തന്നില്ലേ? അല്ല ഭാരതത്തിന് നിങ്ങൾ വേണോ? ഞാൻ ഭാരതപ്പുഴാണ്. മൊത്തമില്ലേ? തരണോ? ഇതിന് തരണം. ഞാൻ ഭാരതപ്പുഴ എഴുതി. അല്ല ഭാരതപ്പുഴ സ്ഥലമുണ്ട്. ഭാരതപ്പുഴ സ്ഥലം. അല്ല ഇന്ത്യ ഓടി ഭാരതപ്പുഴ സ്ഥലമുണ്ട്. അതിലുണ്ട്. ഞാൻ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും ഞാൻ നോക്കിയില്ല കേട്ടോ. ഇല്ല ഞാൻ കോപ്പി അടിച്ചില്ല. ആ ഓക്കെ. ഭാരതപ്പുഴ. അപ്പൊ എനിക്ക് ഭാരതപ്പുഴ 2 പ്രശ്നമില്ല. ഞാൻ സ്ഥലം ഭീമനാട്. ഭീമനാട്. 5. ഞാൻ ഭരണിക്കാവ്. ഇവിടെ ഇരിക്കില്ലേ കൊടുങ്ങല്ലൂര്? ഭരണിക്കാവുണ്ട്. ശരിക്കുണ്ട്. എനിക്കാണ് തോന്നുന്നുണ്ട് ഭരണിക്കാവുണ്ട്. തോന്നുന്നുണ്ട്. ഭരണി പാട്ടാണ് ഉദ്ദേശിച്ചത്. ഭരണിക്കാവുണ്ട്. വില്ലേജിൽ ഇന്ത്യ മക്കളെ. ഭരണിക്കാവ്. എന്റെ മോനെ 10 മാർക്ക്. ഭരണിക്കാവോ? ഞാനൊരു കാര്യം പറയട്ടെ, ഇതൊക്കെ ചക്കട്ട് മൊയിലത്ത് സ്ത്രീകളെ കൂടെ കൂടുമ്പോഴേ ഓരോരോ ഇതുകള് കിട്ടുന്നതാണ്. അല്ലാതെ മാർക്ക് കിട്ടുന്നില്ലല്ലോ. സ്ത്രീക്ക് കിട്ടുന്ന അത് ഓളടുത്തേക്ക് വന്നിരുന്നില്ല. ഓളെ സാധനം കണ്ണിലേക്ക് നീ ആരാ എഴുതിയ സ്ഥലം ഏതാ? സ്ഥലോ ആ ഭാരതപ്പുഴ അല്ലേ? ഭാരതപ്പുഴ. ആ ഓക്കെ സാധനം പറയൂ. സാധനം ഭരണി. ഭരണി. ഞാൻ ഭരണി എഴുതി ഭരണി. 4 ഭരണി. 4 ഭരണി. ഞാൻ ഭരണി എഴുതി വെട്ടി ഭസ്മം. 4 ഭരണി ആയാലും 5. ബസ് ബസ് മറ്റേ ആ മറ്റേ പായ. ഓക്കെ 2 4 ഭരണിയും ഈ 4 ഭരണി ഞാൻ ഭരണിയല്ല ഭസ്മം.
ഈ ഭരണിയല്ലേ ഞാന് നിങ്ങൾ രണ്ടും ഭരണി. 4 പേര് 4 പേരുടെ ഒരു ബസ്സും ഒരു ബാണ്ടും. ഓക്കെ, ഇനി സിനിമ. അത് മറ്റേ ഭയല്ലേ? ബിരിയാണിക്ക് പോകണത്. അതാ ഭയം, ഈ ഭയാണ്. അതൊന്ന് നോക്കണല്ലോ. ഓക്കെ, ഇനി നമുക്ക് തിരികെ വരാം. ഞാൻ ഭ്രമയുഗം. ഞാൻ ഭരതം. ഭരതം. ഭാർഗവി നിലയം 3-ാം കണ്ടു. എവിടെ എവിടെ? ഞാൻ ഭാരതം. ഉണ്ട്. ഭാരത സിനിമ ഉണ്ട്. എന്നാ ഭാരത സിനിമ ഉണ്ട്. ഞാനും ഭാരത. ഓക്കെ, അഞ്ചല്ല അപ്പൊ ഭാരതത്തിൽ വെച്ച് മലയാള സിനിമ ഭാരതമുണ്ട്. ഭയഭക്തി ഭഗവാനാണ്. അല്ലേ? അപ്പാണ് കറക്റ്റ്. അങ്ങനെയാണെങ്കിൽ ബിരിയാണിക്ക് പ്രതീക്ഷിച്ചു. മലയാളം മൂവി. ആ കറക്റ്റാ. ഇനി എന്താ നോക്കാനുള്ളേ? ഇനി ഭാരതം ഭാരത സിനിമ. മലയാളം മൂവി. ഉണ്ട്. അത് ഭരത അല്ലേ? ഭാരതമൊന്നുമില്ല. ഇല്ലേ ഭരതം ഉണ്ട്. ഭരതണ്ട് ഭാരതണ്ട് ഉണ്ട്, സിറോട്ട്, സിറോട്ട്. രണ്ടാളുണ്ട് സീറോ. സിനിമ ഉണ്ടായിട്ടുള്ള ഭാരതം എഴുതി. ആ മറന്നു ഓയോ ഭാരത എഴുതിച്ചു മാർക്കറ്റില്ലേ? ആ ആനിമൽ ഓർബേഡ് ഞാനൊന്നും എഴുതിയില്ല. ഞാനും എഴുതിയില്ല. ഞാനും ഒന്നും എഴുതിയില്ല. ഞാൻ എഴുതിയില്ല. ബബു ഉണ്ട്. അത് മറ്റേ ഭയ. ബിരിയാണിയുടെ വാ. അത് ആ കൂട്ടൂല. അല്ല ബാ ബൂ ഇങ്ങനെ. അപ്പൊ അത് പൂജ കേട്ടോ. എനിക്ക് 35 വാക്ക്. എനിക്ക് ബീരു 10, ഭീമനാട് 5, ഭാരതം 10, ഭാരതം 0, പിന്നെ മറ്റേ മൃഗപക്ഷിയും 0. ടോട്ടല് ഇത് മനസ്സിലായി. ആദ്യം ബസറടിക്കുന്ന ദിവസമില്ല. ആദ്യം ബസറടിച്ചതൊക്കെ ഒരു 20-25 മാർക്ക്. 25 മാർക്ക്. അത്രേ ഉള്ളൂ. എനിക്ക് ടോട്ടല് 30 മാർക്കാണ് ഗൈസ്. ഭാനുമതി 10, ഭാരതപ്പുഴ 5, ഭരണി 5, ആനിമൽ ഓർബേഡ് എഴുതിയിട്ടില്ല, ഭ്രമയുഗം 10, ടോട്ടൽ 30 മാർക്ക്. എനിക്ക് ടോട്ടൽ 20 ആണ് ഗൈസ്. 10, ഭാരതപ്പുഴ 5, ഭരണി 5. എനിക്ക് 35 മാർക്ക്. എനിക്ക് ഭാർഗവി 10, ഭാരതം 10, ഭരണി 5, ബൊബ്ബ 10, മൊത്തം 30. ഭദ്ര ഭരണിക്കാട് കാവ് കാവ്. ഭരണിക്കാവ് ഭരണി ആ, 35. 35. അടുത്ത ഇനി അഞ്ചി. അതെ, അടുത്ത ഇനി എന്റെ കൂടാണ് guys. നല്ലൊരു അക്ഷരം കിട്ടിയിട്ട് എനിക്കൊന്ന് ഏത് അക്ഷരം കിട്ടിയും കാര്യമില്ല. ഈസി ആയിട്ടുള്ള കിട്ടി കഴിഞ്ഞാൽ ആരെങ്കിലും ഫസ്റ്റ് പോയി ബസർ അടിക്കും. ടഫ് കിട്ടി കഴിഞ്ഞാൽ ഒന്നും കിട്ടൂല. ഓക്കെ. ഏതാ ഞാൻ Three, two, one, go. ഓ ഒന്നും എഴുതിയില്ല. സാരമില്ല മോളെ. അനക്ക് എന്ത് പറ്റിയാൻ ചോ? എനിക്ക് എഴുതാൻ പറ്റുന്നില്ല. ഒന്ന് ആക്കി പോണം. നിന്റെ അടുത്ത് ഇരുന്ന് ഒന്നും എഴുതിയില്ല. അടി എഴുതി കഴിഞ്ഞോ? ആ, ഞാൻ എഴുതി. ഞാൻ പറയാം. പേര് അഞ്ജന. അമ്മു. അലി. അനുക്കുട്ടി. ഓ അനിൽ. ഓക്കെ. അമൽ. ഓക്കെ. 10 മാർക്ക് കിട്ടി. ഞാൻ സ്ഥലം അട്ടപ്പാടി. അമ്മിണിക്കാട്. അരീക്കോട്. അരയിടത്ത് പാലം. ഞാൻ ഒന്നും എഴുതിയില്ല. വേറെ പെട്ടോ? ഞാൻ അമലഗിരി. അമലങ്ങിക്കും. അവര് വിട്ടിട്ട് കഴിയില്ല. സാധനം. അടി. അരക്കല്ല്. ഹരളി. അരി. ഇത് നിനക്ക് അന്ന് എഴുതിയില്ല അല്ലേ? അല്ല സാധന ആ. ആന. ആന. ആന സാധനം. അല്ല സാധന എടുക്ക്. തിങ്സ്. ഒന്നും എഴുതിയില്ല. ഒന്നും എഴുതിയില്ല. എന്താ എഴുതിയേ? ഞാൻ അമരക്ക. 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 ഈ അടി ഒരു സാധനമാണോ? അടി ഒരു സാധനമല്ല. അല്ല. അടി. അടി ഒരു സാധനം. ഓ അടിന്നാണ്. ഒരു പ്രവൃത്തിനെ സൂചിപ്പിക്കുന്നതാണ് അടി. അപ്പൊ ഞാൻ പൂജ എഴുതി, ഒന്നും എഴുതിയില്ല. സിനിമ എഴുതിയില്ല. മൃഗം എഴുതി, ഒന്നും എഴുതിയില്ല. ഒക്കെ പൂജ. ഒക്കെ പൂജ. എഴുത്. എന്താ പച്ച പറയും. മൂവി ഞാൻ വേറെ ഉദ്ദേശിച്ച പക്ഷെ അമ്മയല്ല, അമ്മൂമ്മ. അമ്മ സിനിമയൊന്നുമില്ല. അമ്മ എന്ന് വരെ എത്തിയിട്ടുള്ള വേറൊരു സാധനം എഴുതിയിരുന്നു. ഓ ഏതാണ്? ഞാൻ മറ്റത്തില്ലായിരുന്നു അമ്മക്കിളി കൂടെ എഴുതിയിരുന്നു. അപ്പൊ അമ്മ വരെ എത്തിയിട്ടേ ഉള്ളൂ. ഒന്ന് നോക്കണം നമുക്ക്. അമ്മ അമ്മ ഉണ്ടോ? അമ്മാറിനെ പടമില്ല. അത് നോക്കാം. ഈ അവസ്ഥ എല്ലാവർക്കും വരും. ആ, ഇനി ഞാൻ സല്ലു. പൂജ ഒന്നും എഴുതിയില്ല. അല്ല, ജയശ്രീ. ഞാൻ ആട് 3. അത് ആണ് ആയ. ആ അല്ല. അത് ആ അല്ല, അത് ആ. പൂജ. ഇട്. പൂജ. അത് അട്. അങ്ങനെയാണെങ്കിൽ എന്റെ പലതും വെട്ടേണ്ടിരിക്കും. അതൊക്കെ വെട്ടിക്കോ. എല്ലാം വെട്ടിക്കോ. അത് നമ്മൾ ആന്ന് വാക്കലില്ലേ? Guys, നമ്മള് ഇതിന്റെ മുന്നേ എ വന്ന സമയത്ത് എ എന്നുള്ളതിന്റെ എ യൂസ് ചെയ്തിട്ടുണ്ട്. അതായത് ഏലക്ക. അത് ശരിക്കും വേറൊരു അക്ഷരാണ്. അതുപോലെ തന്നെ ഇപ്പൊ ഇവിടെ പറഞ്ഞ ആ എന്ന് പറയുന്ന ആയാണ് ഷാം എഴുതിയിട്ടുള്ളത് ആ. അപ്പൊ അത് രണ്ട് അക്ഷരാണ്. പക്ഷെ
ഒരേ സ്വരത്തിൽ വരുന്നതായതുകൊണ്ട് അത് അവിടെ നിന്നോട്ടെ എന്നാണ് നമ്മൾ പറയുന്നത്. അതെ. അതായത് നേരത്തെ നമ്മള് എ ആക്കിയതുകൊണ്ട് ഇപ്പൊ ആക്കാം. അത് അത്ര ആക്കിയിട്ടുണ്ട്. അതെ, പറയാന്ന് പറഞ്ഞില്ല, ഒരു പറഞ്ഞേ പറ്റും. ഞാൻ ഇതൊന്നും എഴുതിയിട്ടില്ല, നിങ്ങൾ എഴുതി പറഞ്ഞു. അപ്പൊ 10 കേട്ടോ. ആട് 3 10. അനിയത്തിപ്രാവ്. അമരം. അമരം. വെരി ഗുഡ്. ഞാൻ സിനിമ എഴുതിക്കാം. ആനിമൽ എന്നില്ല. ആന. ആന. ഒരു 50 കിട്ടാൻ എന്നെ സമ്മതിക്കൂലല്ലേ? ഒരു 50. ആമ. ആമ ഒക്കെ എപ്പോഴാ ആർക്കാ 50? ഞാനും എവിടെയാ? 45. നേരത്തെ വരണ്ടേ? സുഖം പിടിച്ച് വരികയാണ്. സന്തോഷത്തിലേക്ക് 50 കിട്ടിയെന്ന് പറഞ്ഞിട്ട് എനിക്ക് വേറെ 20. ഞാൻ ഇങ്ങനെ വിചാരിക്കുന്നു ഫസ്റ്റ് 50 എന്റെ പപ്പാരുണ്ടായിരുന്നില്ലേ? അമ്മ മലയാളം മൂവി. ഞാനും അതന്നെ ആലോചിച്ചു. എനിക്ക് 50 കിട്ടുന്നത്. അപ്പൊ ഇവിടെ ഇവൻ പറയുന്ന ആന മതിയോ? ഒന്നുമില്ല. ഉണ്ട്. ഇല്ല, അമ്മന്റെ അല്ല, അമ്മ തന്നെ വേണം. ഇതേതാ ശാരദ അഭിനയിച്ച അമ്മ? പിഞ്ചു ദൈവമേ, 1976 76 അമ്മ എന്ന് പറഞ്ഞ സിനിമ ഉണ്ട്. ചക്ക അല്ലേ? അതന്നെ. എന്റെ 76 പടമൊക്കെ കൊടുക്കുവോ? പടം തന്നെയാണല്ലോ. ശരിക്കും 80 ഇങ്ങോട്ട് എന്നൊക്കെ വിചാരിക്കണമായിരുന്നു, എന്നാലും ശരിയുള്ളൂ. കഴിഞ്ഞ അമ്മ 52 ഉണ്ടാവും. 52 അമ്മ പറഞ്ഞിട്ട് 2 സിനിമ ഇറങ്ങിയിരുന്നു. Okay, ഇനി നമുക്ക് mark guys. എനിക്ക് 20. എനിക്ക് 35. എനിക്ക് 25. എനിക്ക് 45. എനിക്ക് 45. എനിക്ക് എഴുതാൻ പറ്റുന്നില്ല. ഞങ്ങളെല്ലാരും കൂടി ബസ്സർ അടിക്കുന്ന ഭയങ്കര വലിയ ഡിസ്റ്റർബൻസ് ആയി മാറിയിട്ടുണ്ട്. സത്യമാണ്. ഭയം. തോൽക്കുമെന്നുള്ള ഭയം. ജയിക്കുന്നുള്ള വല്ല വിശ്വാസം ഇല്ല. എന്റെ പെൻ ഉപയോഗിച്ച് നോക്കുന്നോ? ശല്യം എടുക്കണ്ട, ഇല്ലെങ്കിൽ എന്തെങ്കിലും കിട്ടുമോ നോക്കട്ടെ. ശല്യം ഷഫിൾ ചെയ്തില്ല. സഞ്ജുവിന് ഒരു 50 ഇനി കിട്ടണേ. എത്രയായാലും ജയിക്കില്ലാന്ന് അറിയാലോ. ഏതാ? അയ്യോ, ഇത് പിടിക്കാം. ഞാൻ ഒരുമിച്ചായിരുന്നു. ഓക്കെ, നമുക്ക് തുടങ്ങാം അല്ലേ? ഓക്കെ, ഞാൻ തുടങ്ങാം. പേര് ചന്ദന. ആ. ചന്തു. ചക്കി. ചിന്നു. ചന്തു. ചാമന. ചാമൻ. ആ, ഓക്കെ. ചാമനോ? ചാമൻ. ചാമൻ. അത് ചാമനാണോ ചമനാണോ? ചാമന. എന്തായാലും പേര് വലിയ വിഷയല്ലേ guys? പ്ലേസ്. ചാവക്കാട്. 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 ചാരിയോ? ചാലക്കുടി. ചീനി. ഛേ. 5. തിങ്സ്. ചന്ദനത്തിരി. ചാക്ക്. ചാൺ. ചാണോ? ആ, നൂല്. ആ. ചക്ക. ചട്ടി. സമാധാനം മോനെ. ചീര. അമലേട്ടെന്താ? ചീര. 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 തിരുമാവലു. സിനിമ എഴുതിയിട്ടില്ല. ചക്കരമുത്ത്. ചമ്പക്കുളം തച്ചൻ. ഞാൻ ഇതാൻ പോയടാ, ഇതാ പറ്റില്ല. ചന്ത. 5. ഞാൻ ചാർലി. 10 ഗൈസ്. 10. മൃഗം ഓർ പക്ഷി. അവനെന്താ? ചേര. ചിലന്തി. ഓ, ചിലന്തി. ഞാൻ എഴുതിയില്ല. ഞാൻ എഴുതിയിട്ടുള്ളൂ. ഒന്ന് എഴുതി ഇപ്പൊ ഉണ്ടാക്കണ്ട. ചാംസണോ? ചീങ്കണ്ണി എഴുതായിരുന്നു. ചാമത്രേ. ചമ്പക്കുളം. ആ, വേറെ. ഓക്കേ. ചമ്പക്കുളം വെച്ചത്. പിന്നെന്താ എഴുതിയേ? ഞാൻ ചാന്ന് എഴുതിയിട്ടുള്ളൂ. ഞാനും ചാന്ന് എഴുതിയിട്ടുള്ളൂ. അപ്പൊ ഗൈസ് എനിക്ക് ടോട്ടല് 10, 20, 30, 40 മാർക്കാണ് എനിക്ക് guys 10, 5, 10, 10, 5 മൊത്തം 40 മാർക്ക്. എനിക്ക് ചാവക്കാട് ചിലന്തിയും 5 ആയി പോയി. എനിക്കും ടോട്ടല് 40 മാർക്കാണ്. എനിക്ക് ടോട്ടല് 40. 40, 30. 30. ഓക്കെ, ഞാൻ വളരെ നല്ല രീതിയിൽ പോയിരുന്നു. ഇതിപ്പോ ആര് ജയിക്കുന്ന അറിയാം. എന്തായാലും ഞാനല്ലാന്നുള്ളത് എനിക്ക് ഉറപ്പാണ്. ഞാനും. ഇനി ആകെ 2 കൂടെ ഉള്ളു. ശ്രീക്കും ഷാമിക്കും കൂടെ അവസരമുള്ളൂ ഗെയിം കളിക്കാൻ. അതെ. Come on, അടുത്ത ഓക്കെ, അടുത്തത് ഞാനിത് എടുക്കുന്നു. 3 എഴുതാൻ പാടുള്ളൂ. ആ. പലരും അങ്ങനെ അല്ലാതെ എഴുതുന്ന പോലെ തോന്നുന്നു. അതെ, ഓക്കെ, റെഡിയാ? നോക്കട്ടെ. 3, 2, 1, go.
റനോഷ്. റന. റാണി. നല്ല ഒത്തൊരുമയാ. എനിക്ക് ഒന്നിന് 10 കിട്ടി. എനിക്ക് 5. എന്താണ്? എനിക്ക് റിനോഷ്. റിനോഷ്. അടുത്ത സ്ഥലം സ്ഥലം പറയും. റാണിപുരം. റാന്നി. റാന്നി. റാണി. എന്താണോ? ഈ എഴുതിയിട്ടുണ്ട്. ഞാൻ എഴുതിയില്ല. ഞാൻ ഇതില്ല. റാണി റാണി. റാണി നന്നായി എല്ലാവർക്കും. സാധന റംബൂട്ടാൻ. ഓ റംബൂട്ടായി. റാന്തൽ റാന്തൽ. റാന്തൽ. ഇതൊന്നും ഞാൻ ഇതിന്റെ ബില്യൻസ് ആണ് വിചാരിച്ചു. പക്ഷെ പോയി റാവുത്തർ ബിരിയാണിയോ? റാവുത്തർ ബിരിയാണി. റാവുത്തർ ബിരിയാണിയോ? ഉണ്ട്. റാവുത്തർ ബിരിയാണി സാധനം. അതൊക്കെ ഞാൻ റവ. സിനിമ റിംഗ് മാസ്റ്റർ. എഴുതിയില്ല. രാംജിറാവ് അതെ, സ്പീക്കിംഗ്. രാംജിറാവ് സ്പീ വരെ എഴുതി. പറ്റൂല. ഒഴിവാക്കിയില്ല. സ്പീ KNG മാത്രം. പറ്റൂല പൂജ്യം. ഓക്കേ. റിംഗ് മാസ്റ്റർ. റണ്ട്. ചരിത്രത്തിൽ ജൻക രാംജിറാവ് സ്പീക്കിംഗ്. രാംജി റോസ്പിക്ക്. അമ്മേ. റോന്ത്. ആ ഉണ്ട്. റോന്തോ? പോകുന്നുണ്ട്. സംശയത്തിലല്ലേ? അല്ല ഇത് പറയാം. പക്ഷെ നിങ്ങളൊന്ന് പോസ്റ്റ് ഇട്ടപ്പോ ഞാൻ വിചാരിച്ചു ഇവിടെ മൃഗത്തിലാ എഴുതിയത്. സിനിമയല്ല ഓക്കെ. മൃഗത്താ ഞാൻ എഴുതിയില്ല. റാണി ഈച്ച. റാണി ച. എഴുതിയില്ല. റാണി. എഴുതിയില്ല. ആകെ 20 മാർക്കാണ് എഴുതി. എനിക്ക് 20 മാർക്കില്ല. എനിക്ക് 25 ആണ്. ടോട്ടൽ 40. എനിക്ക് 5. എനിക്ക് 30 മാർക്ക്. 5 ജയിച്ചു കഴിഞ്ഞോ? ഷാമിയാന്ന് തോന്നുന്നു. ഷാമിക്ക് അല്ല. 40 ന്ന് താഴത്തേക്ക് ഇറങ്ങില്ല. എങ്ങനെയാണ്? 20 മോനെ ഇപ്പൊ കിട്ടിയത്. എങ്ങനെ പോണത്? ലാസ്റ്റ് ലോട്ടാണ് guys. ഞാൻ എടുക്കണ്ടേ? എനിക്ക് ഒന്നും മിസ്സായിട്ട് കണ്ടല്ല. ഇങ്ങനെ ദുരന്തമായിട്ടുള്ള ഒരു ചാലഞ്ച് എന്റെ ജീവിതത്തിൽ ഞാൻ അറ്റൻഡ് ചെയ്തു. പാവം അമലേട്ട മിസ്സായില്ലെങ്കിൽ കറക്റ്റ് മാർക്ക് കിട്ടിയിരുന്നു അല്ലേ? ഇല്ല കപ്പ ഈ റാന്തൽ വെച്ചിട്ടാണ് പോകുന്നത്. കഥ കഴിഞ്ഞിട്ട് അത് ഞാൻ റാന്തൽ മാത്രമല്ല വേറെ എന്തൊക്കെ കൂടി എഴുതിയിട്ടുണ്ട്. കഴിഞ്ഞോ? റാണി എഴുതി റാന്തൽ എഴുതി. റാന്തൽ എഴുതി. ആ. സീനില്ലത്. ഓക്കെ ഞാൻ നോക്കാൻ പോടെ. ഞാൻ. ഞാൻ നേരത്തെ എഴുതണം. വൃത്തിക്കോണേ. ദാ. ആ മോനെ. തെറ്റിക്കാൻ നോക്കണ്ട. മറ്റേതായ നമുക്കറിയാം. ആരത്? ഞാൻ തന്നെ. തെറ്റാണോ എനിക്ക് ഡൗട്ടുണ്ട്. പക്ഷെ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. ഓക്കെ. വിധിയാണ് guys. ഇതൊരു വിധിയാണ്. പേര് ധ്രുവ്. ധ്രുവ്. ഡ്രുമ്മോ? ധ്രുവ്. ധ്രുവ്. ഓക്കേ. അവരെന്താ? ഞാൻ ദീന. ദീന. ധനു. 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 എന്തോ ഇത് ഇങ്ങനെ. അഞ്ചിട്ടോ. ധനശ്രീ. ധർമ്മൻ. ആ വാവ്. ഓക്കെ. സ്ഥലം ധാരാവി. ധർമ്മേന്ദ്ര. സ്ഥലം ധാരാവി. ആ ധാരാവി. ധാരാവി. ആ. ധാരാവി. ധനുഷ്കോടി. നേരത്തെ ഞാൻ അങ്ങനെ നിക്ക് ഒരു മിനിറ്റ്. ധനുഷ്കോടി. നേരത്തെ ഞാൻ ധാരാവി എഴുതിയോണ്ടല്ലോ ഇങ്ങളൊക്കെ എഴുതി. ഒരു കാര്യം പറയട്ടെ. ഞങ്ങൾ തമ്മിൽ തന്ത്രധാര എത്രത്തോളം ഉണ്ടെന്നുള്ള നിങ്ങൾ ഇതുകൊണ്ട് മനസ്സിലാക്കണം. അതെ അതെ. ധനുഷ്കോടി ധാരാവി. ധനുഷ്കോടി ധാരാവി. സാധനം ധൂപം. 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 ധാവണി. ഏ? ധാവണി. ധാന്യ. അയ്യോ ദാവണിയുടെ ദാ മറ്റേതാ. മറ്റേതായല്ലേ? അത് തന്നെ പോയി. അവലേട്ടാ ധാവണി. അയ്യോ അയ്യോ ആ ദാ തെറ്റാ. ധാവണിയാണ്. ദശരഥന്റെ ദായ. ധാവണി. ദശരഥന്റെ അതേത് ധായ? ദശരഥന്റെ ദാ ദാ. രണ്ടിന്റെ അല്ല ഒന്ന് നോക്കിയേ. ധാവണി ഈ ധായല്ലേ? അല്ല
ധാവണിക്ക് ഇതല്ല അല്ല ധാവണി ഇനി പറഞ്ഞോ. ഒരു മിനിറ്റ് എക്സ്ക്യൂസ് മീ, ഈ ധാവണി നോക്കണം, ധൂപം ഒന്ന് നോക്കണായിരുന്നു. ധൂമോ? ധൂപം നോക്ക് നോക്ക് നോക്ക്. ധാവണി നോക്കണം. ധാന്യം എഴുതിയിരിക്കുന്നത് ഞാനും ധാന്യ 5 ഇട്ടിട്ട് നോക്കിക്കോ. 5 ഇട്ട്. ആ. ഇതൊരു കഷ്ടാണിത്. അപ്പൊ അളിയെന്താ ഞാൻ ഒന്നും ചെയ്തില്ല. ഒന്നും ഏത്? ഈ എന്തായിരുന്നു ധാവണി ഞാൻ ധാവണി. ധാവണി ഞാന് ധൂപം ധാവണി ഈ ധാവണി ഈ ധൂപം അയ്യോ ഈ ധാന്യം നമ്മൾ ഒരുമിച്ച് നമ്മൾ ഒരുമിച്ച്. ഞാൻ പറഞ്ഞ ഫുള്ള് ധാന്യം ഒരേപോലെ. ആദ്യം ധാവണി നോക്കണേ. ധാവണി in മലയാളം സമാധാനം എനിക്ക് ധാവണി അതാണെന്ന് എനിക്ക് തോന്നുന്നു. ഏതാ? ആയില്ല, ധ്വനിയാ വന്നത്. സോറി ധാവണി ഷാർവാണി അല്ല, ധാവണി. ധാവണി in മലയാളം വേണ്ട. ദർവാണി എങ്ങനെയാണെന്നുണ്ടെങ്കിൽ ധാവണി മറ്റേതായിരിക്കും കേട്ടോ. നമ്മള് ധാന അതൊന്നും പറയാൻ പറ്റുന്നില്ല. ഈ മിണ്ടാ മലയാളം 5 ആൾക്ക് അറിയണ അറിയുന്ന സെല്ലുക്കാൻ കൊടുക്ക്. ധോനിയാണ് 5 ധാവണിയുടെ ഇതായ ഏതാ? മറ്റേതായ ഏതാ? ദണ്ഡശരദന്റെതാ. പൂജയുടെ പൂജയുടെ പൂജക്ക് നേരത്തെ ഇട്ട്. ആ, ഇനി ഞാൻ ധൂപം നോക്കട്ടെ. പൂജ ഞങ്ങൾക്കൊരു പ്രശ്നമുള്ള കാര്യമല്ല. മുഖത്ത് കാണാനുണ്ട് ആ. കേട്ടോ. ധൂപത്തിന് ഈ ധൂപം തന്നെ ധൂപം ഈ ധൂപം തന്നെ, അതായത് സുഗന്ധപൂരിതമായ പുക എന്നാണ് അതിന്റെ അർത്ഥം. അതൊരു സാധനമാണ്. അപ്പൊ അതെ, പുക ഒരു സാധനം തന്നെയാണ്. മൊത്തം 5 ആണോ ഇപ്പൊ ഇതില് ഒത്തന്നെ എനിക്ക് ധൂപം 10. ഈ സിനിമ ധനം. ധനം ധീരം ധീരം ധീരൻ ധനം ധീരൻ ഏതാ പടം? ധനുമാസം ധീരൻ എന്നാണ് പറഞ്ഞത്. ഓക്കേ, ഓക്കേ, ധീരൻ. ധീരയ്ക്ക് ഉദ്ദേശിച്ചേ ധീര ധീര ഓരോരുത്തരും എന്തൊക്കെയോ പറഞ്ഞു എനിക്ക് പോയി. ലേശം ഒരു ധീരം minute. Boss, ഞാൻ തന്നെ എഴുതി, ഷാമിൻ തന്നെ എഴുതി. ധനം. 5 അതിന് ധനുണ്ട്. ആ, ധന സിനിമ ഉണ്ട്. ആ മുരളി മിസ്റ്റർ ധനം. അതാണ് അതാണ് പറഞ്ഞത്. ഇനി താങ്കൾ എഴുതിയത് ഞാൻ ധീരം. 10 മാർക്ക്. 10 മാർക്ക്. ഞാൻ ധ്രുവം എഴുതി ധ്രുവ ധ്രുവ ധ്രുവോ? ആ ധ്രുവുണ്ട്. ധ്രുവ അങ്ങനല്ല. കുട്ടീന്റെ അല്ലേ? ആ ഉണ്ട് ഉണ്ട്. ധ്രുവം മറ്റേ ധ്രുവ ധാണ്. ഈ ധ്രുവ ഈ ധ്രുവ ഇതന്നെ. ശരി, ഞാൻ ഇരുന്ന് ദാ മാത്രം മറ്റേതായി, ബാക്കി എല്ലാവരും ധ്രുവ എടാ, എടാ, ഒരു മിനിറ്റ്. ധീര ധീര നോക്ക്. ധീരൻ ധീരൻ ധീരനാണ്. ധീരൻ ഉണ്ട്. ധീരൻ അത് നോക്കണം. നോക്ക് നോക്ക് നോക്ക്. നോക്ക്. നോക്കണം. ഒരു മിനിറ്റ് ഈ എന്താ എഴുതിയത് ധീരൻ. ധീരൻ ആ. ധീരൻ ഉണ്ട് ആ. സ്ത്രീന്റെ ധനുമാസം പുലരി ഒന്ന് നോക്കണം. ധനുമാസം പുലരി. ഏതോ പാട്ടുന്ന് എടുത്തതാന്ന് തോന്നുന്നുണ്ട് ധനുമാസത്തില്. എവിടെയോ കേട്ട് പറഞ്ഞ പോലെ ഉണ്ട്. ധനുമാസപ്പുരടിയോ? ആയി, നല്ല പടം. പാട്ടായിട്ട് തോന്നുന്നു സിനിമ. ധനുമാസ പാലാഴി ഉണ്ട് അത് പാട്ടാണ്. പാട്ടാണ് ഇല്ല അവർക്കായില്ല അത് സിനിമയില് മയൂഖം എന്നുള്ള സിനിമയിൽ അങ്ങനെ ഒരു പാട്ടുണ്ട്. ആ, ഓക്കേ ഓക്കേ. ആ, അത് ചക്ക വീണില്ല, മുഴുവൻ ചെത്തില്ല. ഞാൻ ധനുമാസം എന്ന് എഴുതിയിരുന്നു പിന്നെ അങ്ങനെ ആലോചിച്ച് ധ്രുവം നാക്കിയതാണ് പക്ഷെ എനിക്ക് ഇനി ഒരു കാര്യം പറയാം. ആ. മൃഗം പക്ഷിയില് ധൂമകേതു. ധൂമകേതു പണ്ടെന്തൊക്കെയോ കേട്ടിട്ടുണ്ട്. നോക്കി ആ ധൂമകേതു നോക്കിയ കാര്യം എന്താ അറിയോ? എല്ലാരും ചക്കട്ട് പോയില്ലാവുന്നില്ല. ഒരു ചക്ക ഞാൻ നോക്കി നോക്കിയിട്ടില്ലേ? ധൂമകേതോ ഞമ്മക്ക് ഏക്ക് വിട്ടെടുക്കട്ടോ ഈ ചാലഞ്ച്. ചാലഞ്ച് ചെയ്യിക്ക് വിട്ടുകൊടുക്കുന്നതാണ് നല്ലത്. അത് വീഴുന്ന സാധനല്ലേ അത്? അഞ്ചോ ഉൽക്കൊക്കെ ധൂമകേതു എന്ന് പറഞ്ഞ സാധനമൊന്നുമില്ല ആ. അത് ശരി, അത് കോമന്റാ കോമന്റാ ഉൽക്ക ഉൽക്ക. സിനിമ ഇത് മൃഗം എന്താ? ധൂമകേതു ഓക്കേ. അയ്യോ തലയിട്ട് പോയി ഓക്കെ ഞാൻ ധ്രുവക്കരടി ധ്രുവക്കരടി. അത് ധ്രുവക്കരടി എന്നൊക്കെ ധ്രുവക്കരടി. ആ ധ്രുവക്കരടിയുണ്ട്. ധ്രുവക്കാരുണ്ട്. ധ്രുവക്കരടിന്റെ വേറെ പേരാണ് ധ്രുവക്കരടി ധ്രുവക്കരടി ഉണ്ടാവുന്ന കരടി. അതാണ് ധ്രുവക്കരടി. ഓ, നിങ്ങൾ രണ്ടാളും അത് എഴുതിയോണ്ട് ഇനി അതിനവിടെ 5 മാർക്ക്. 5 4 5 ഞാൻ ധാരാന്നൊക്കെ എഴുതി വെച്ചു. എന്താ അങ്ങനെ പറയുക? സാധനമില്ല ആരാന്നുള്ള സാധനം ഇപ്പോ? ചെല്ലപ്പേരായിട്ട് കൂട്ടാൻ വെച്ചു. ആ, അതെ. അയ്യോ ഞാൻ ഒന്നും ചെയ്തില്ല. ഒന്നുമില്ല ഇതൊരു നല്ല കുട്ടി. അല്ലെങ്കിൽ ഞാൻ ഒന്നൊരു പൂജ്യം, ബാക്കിയുള്ള മൊത്തം 5 നിരത്തി. ആരാ പറഞ്ഞത്? എനിക്കറിയില്ല. 30 മാർക്ക്. എനിക്ക് 20 മാർക്ക്. എനിക്ക് 25. 25. 5 10 15 25 5 30 മാർക്ക് Yay! Guys, അങ്ങനെ നമ്മുടെ ചാലഞ്ച് തീർന്നിരിക്കുകയാണ്. വളരെ ട്വിസ്റ്റോട് കൂടിയിട്ടുള്ള ഒരു ചാലഞ്ച് ആയിരുന്നു ഇത്. ഇനി ആർക്കൊക്കെ മാർക്ക് എത്ര കൂടുതൽ, ആരാ വിന്നർ എന്നുള്ളത് ഒരു ഐഡിയ ഇല്ല guys. ഞാൻ എന്തായാലും ഞാനും അല്ല. സൈഡിൽ നിന്ന് കൂട്ടി തുടങ്ങുന്നതായിരിക്കും നല്ലത്. അതെ, നമുക്കൊരു കാര്യം ചെയ്യാം. ആ സൈഡിൽ തുടങ്ങിക്കോ. 40. അടുക്ക് ഈ ഒരു ചെറിയ- ആദ്യം തന്നെ അമ്മന്റെ നമുക്ക് കൂട്ടാം ഗൈസ് 40 40 പ്ലസ് 30 30 40 40 30 30 30 ഓ 35 ആ അതിന്റെ ഇടയിൽ 0 പോയിട്ട് ആ ഓക്കെ 45 ഓ 1 മാർക്കാണ് 40 ആ 40 25
355 മാർക്കാണ് ഗൈസ് അമലേട്ടന്. ഓക്കെ, ഇനി എന്റേത് തുടക്കത്തിൽ ഞാൻ ഭീകരയായിരുന്നു. 50, 20, 20, 20, 30, 20, 35, 20, 40, 30, 30. 315 മാർക്ക് ഭർത്താവ് കൊണ്ടുപോയി. അതെ അതെ അതെ, ഭർത്താവ് കൊണ്ടുപോയി. കൊണ്ടുപോയി. പോയി. ഇനി അടുത്തത് കാക്കണ്ടത് ഞാൻ തോറ്റു ഗൈസ്. ലാസ്റ്റിലോട്ട് അന്റെ ഞാൻ കൂട്ടാ, ഈ കൂട്ടിയ ശരിയല്ല. അല്ല, എക്സ്ട്രാ എനിക്ക് ഭ്രാന്തല്ലേ. 40 പ്ലസ് 45, ആ 40, ആ 50, ആ 25, ആ 30, ഏ 30, ആ. 35, പിന്നെ ഒന്നും കിട്ടിയില്ല. 40, ഓ, ഒന്നും കിട്ടിയില്ല. 35, ആ. 20. നിങ്ങൾ കണ്ടില്ലേ കേസ്, ഭയങ്കര എന്താ പഠിപ്പ്. അയ്യോ, ഞാൻ ഒന്നും പഠിച്ചില്ല, ഞാൻ പഠിച്ചില്ല എന്ന് പറഞ്ഞ. 20, 30. ഒന്നുകൂടെ നോക്കണം ഗൈസ്. എന്തോ മിസ്റ്റേക്ക് ഇല്ല ഇല്ല, അത്ര സാധ്യതയില്ല. 390 മാർക്ക്. അപ്പൊ ഈ 3 കുട്ടികള് സല്ല് ഫസ്റ്റ്, അവരുടെ സെക്കൻഡ്, ഞാൻ തേർഡ്. ഞാൻ ഹമ്പിളാണ് ഗൈസ്. ഹമ്പിള്, ഭയങ്കര ഹമ്പിള്. ഇനി അടുത്ത ശ്രീന്റെ കൂട്ടണം. ശ്രീ വലിയ വെണ്ടയ്ക്ക അക്ഷരത്തിലൊക്കെ എഴുതി വെച്ചിട്ട് കൂടുന്ന വിചാരിച്ചു. 25, 25, 20, 35, 25, 30, 45, അവിടെ അല്ലേ ഇവിടെ 25, 35, 30, 25, 20. കഴിഞ്ഞു. 315. 315. ഒരേ പോലെ 315. ഞാൻ എടുത്താണ്ടേ ഇനി അടുത്തതിൻ്റെത് നിങ്ങള് രണ്ടുപേരും സെയിം ആണല്ലേ. വളച്ചോനെ. 35, 35, 40, 35, 35, 30, 25. ഇല്ല, അപ്പൊ പോയി. അത്ര കിട്ടിയില്ല നമ്മള്. ഇപ്പൊ ഇതിനകത്ത് പറഞ്ഞു 25 അല്ലേ. 30, 45, 40, 20, 20. 355. ഞാൻ ഡിഫറെന്റ്. ഇനി ജനു 20, 5. ഞാൻ ഹമ്പിളാണ്. 20, 20, 20, 35, 40, 20, 30, 40, 20, 25, 30, 25, 25. 310 guys. ഒരു അഞ്ചിന്റെ കുറവ്. ഞാൻ ഒന്ന് എഴുതാനും മുന്നേ വിട്ടും ചേച്ചാ. അവലേട്ടാ ഞാനും എനിക്ക് കൊറേ 5 കിട്ടി, എനിക്ക് കൊറേ 0 കിട്ടി. അങ്ങനെ. കിട്ടിയിട്ടുണ്ടെങ്കിൽ നീ ഫസ്റ്റ് ആവുന്നു. ഞാൻ പറയാം. സെക്കൻഡ് സ്ഥാനം പങ്കിട്ടുകൊണ്ട് ഷാമിയ നമൽ. ഇത് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ലാസ്റ്റ് വല്ലാത്ത കൈ കൊടുത്തു എനിക്ക് 2 വാക്ക് പറയാനുണ്ട്. 2 വാക്ക് എനിക്ക് പറയാനുണ്ട്. സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇതുവരെ ഈ നെയിം പ്ലേസ് തിങ്സിൽ എനിക്ക് ഒരു ഇത്രയും ആൾക്കാരിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ 2ാം സ്ഥാനം കിട്ടും ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല. കാരണം എന്റെ എല്ലാം ശ്രീ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ എനിക്ക് 5 കിട്ടി. കൊറേ തെറ്റ് പറ്റിയിട്ട് 0 കിട്ടി. നന്ദി പറയട്ടെ. അപ്പൊ എനിക്ക് ഇതില് ഇങ്ങനെ മാർക്ക് സെക്കൻഡ് സ്ഥാനെങ്കിലും കിട്ടിയതിന് ഞാൻ നന്ദി പറയുന്നു ഗൈസ്. എന്നോട് തന്നെ നന്ദി പറയും. ഒരു 5 മാർക്കിന്റെ കുറവില്ല. ഞാനൊരു 5 മാർക്കിന് കുറവിലാണ്. പക്ഷെ കുഴപ്പമില്ല, ഇങ്ങനെയാണ് മുന്നോട്ട് കയറി വരിക. കണ്ടോ, ഞാൻ ഫുള്ള് എല്ലാ നെയിം പ്ലേസ് തിങ്സിലും ആൾക്കാരുണ്ടായിട്ട് 3 പൊസിഷനിൽ തീർന്നില്ലേ. 5 മാർക്കിന്റെ കുറവുള്ളൂ. ഇങ്ങനെയാണ് ഓരോരുത്തർ കയറി വരിക. ഞാൻ എല്ലാത്തിനും പൊട്ടിയതായിരുന്നു. വ്യത്യാസം ഉണ്ടായിരുന്നു. മനസ്സിലായി.
ഞങ്ങൾക്ക് ഏകദേശം ഒരു വേവ് ലെങ്ത് അല്ല, ഉള്ളൂ. ഞാനൊക്കെ വിചാരിച്ചു ഞാൻ ഭയങ്കര സംഭവമായിട്ട് എഴുതുന്നൊക്കെ, പക്ഷെ നടന്നില്ല. ഒരു മിനിറ്റ്, എനിക്ക് ഇവിടെ പൂജ ഇട്ടത് എന്തേലും ഒരു ഇത് അതൊക്കെ പറ്റില്ല. ഒക്കെ പൂജ കൊടുത്താൽ മതി. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പൂജിട്ട് കളിക്കായിരുന്നു. കേട്ടോ തലേ അടുത്ത വർഷം ഞാൻ ഇതെല്ലാം പ്രതീക്ഷിച്ചു. അതെ, ഞാൻ ഞാനിതെല്ലാം രണ്ടാളിൽ ഏതെങ്കിലും ഒരാളെ കൊണ്ടുപോകുന്ന ഞാൻ വിചാരിച്ചു. കൊണ്ടുപോയില്ലല്ലോ. അഞ്ജു ഈ മോശമായി പെർഫോം ചെയ്തുകൊണ്ടല്ല, ഞാൻ നല്ലോണം പെർഫോം ചെയ്തു തോറ്റുപോയി. അത്ര ലോജിക് അത്രേ ഉള്ളൂ. കാക്ക സൈലന്റ് ആയിട്ട് വന്നിട്ട് അങ്ങോട്ട് കൊണ്ടേക്കാം. അതെ, അതെ. പിന്നെ ഭയങ്കര ക്രൂഷ്യൽ ആയിട്ട് കഴിഞ്ഞ പ്രാവശ്യം ചെയ്യുന്നില്ലേ? അത് ഞാൻ വോയിസിൽ ഞാനല്ലേ ഇരുന്നോ? ഇവന് ഇങ്ങനത്തെ ഒരു വാശിയുള്ള കൂട്ടത്തില് നമുക്ക് ഭയങ്കര ഉള്ളിൽ അല്ല, കാക്ക പണ്ട് ഇത് ഒരുപാട് ചെയ്തിട്ടുണ്ട്, കളിച്ചിട്ടുണ്ട്. എക്സ്പീരിയൻസ് ആണ്, എക്സ്പീരിയൻസ് ആണ്, ആ പ്രാക്ടീസ് ആണ് ഇങ്ങനെ ആക്കിയത്. എന്തായാലും ഞാൻ ഒരു കൈയടി കൊടുത്തേക്കാം. സല്ലു ജയിച്ചോണ്ടിരുന്ന സല്ലുവിന് വാങ്ങാൻ ചെലവ്. അപ്പൊ guys, ഇന്നത്തെ ചാലഞ്ച് എത്ര? എനിക്ക് എന്താ വാങ്ങി തരുന്നത് പറഞ്ഞിട്ട് പോയാൽ നീ ഇങ്ങോട്ടാ മേടിച്ചത്, ഇങ്ങോട്ട് ഞങ്ങൾ ചെലവ്. എന്നിട്ട് ബർഗർ, സാൻഡ്വിച്ച്, പിസ്സ. ഒരു ബൗളിംഗ് മെഷീൻ. ശരി, നടക്കൂല. അപ്പൊ guys, ഇന്നത്തെ ചാലഞ്ച് ഇത്രേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കമന്റ് ബോക്സിൽ പറയാം. മറ്റൊരു വീഡിയോ നമ്മൾ എത്രയും പെട്ടെന്ന് വരും. അങ്ങനെ